നാം എങ്ങനെ ആഗ്രഹിക്കുന്നു അപ്രകാരമാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. हम जैसे चाहता है उस प्रकार पवित्र आत्मा हमसे बातें करते हैं. നാം ഒരാഗ്രഹവും ഇല്ലാതെ ഉദാസീനരായ ദൈവസന്നിധിയിൽ ഇരുന്നാൽ നാം വെറും കൈയായി മടങ്ങിപ്പോകും. यदि हम बिना कोई इच्छा के उम्मीद के उदास के साथ परमेश्वर के सन्निधि में बैठे रहे तो हम खाली हाथ जाएंगे. ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ് പരിശുദ്ധാത്മാവ് തൃപ്തിപ്പെടുത്തുന്നത്. जो इच्छा रखने वाले आत्माओं को पवित्र आत्मा भरता है. ദൈവസന്നിധി വരുമ്പോൾ നമ്മൾ അല്പമൊക്കെ ആഗ്രഹത്തോടെ കടന്നു വരണം. जब परमेश्वर की सन्निधि में जब हम आते हैं एक उम्मीद के साथ इच्छा के साथ आना है. അല്പമൊക്കെ ഇമോഷണൽ ആകണം. थोड़ा बहुत भावुक बनना है. ഹല്ലേലൂയ. അതൊരു അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ. वो एक आशीष है. യെശയ്യാവിന്റെ പുസ്തകത്തിലെ ചില വാക്യങ്ങൾ ഞാൻ വായിച്ചു. यशायाह की किताब से कुछ आयतें हम पढ़े. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ആ വാക്യങ്ങൾ നൽകിയതാണ്. बहुत जल्दी से पवित्र आत्मा ने वो आयत मुझे दिया. എന്നാൽ ഞാൻ ഇന്ന് പറയാനിരിക്കുന്ന സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ആ വാക്യത്തിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. मुझे इस प्रकार पता चला कि आज जो प्रचार करने वाले उसमें से काफी सारी बातें इस आयत में हैं. ഇവിടെ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ വിടുതലിന്റെ തടസ്സം എന്താണെന്നാ പറയുന്നത്. यहाँ साफ तौर से पवित्र आत्मा ये बताते इस्राएल ने तो परमेश्वर की प्रजा का छुटकारा का रुकावट क्या है. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. परमेश्वर इस प्रकार कहता है നിങ്ങൾ മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും അല്ലെങ്കിൽ രക്ഷിക്കപ്പെടും. യു വിൽ ബി സേവ്ഡ് ഓർ യു വിൽ ബി ഡെലിവേർഡ്. वो प्रभु इस प्रकार कहते हैं कि हम लौट आते और शांत रहेंगे तो वो हमारा उद्धार देखेंगे. ഒന്നാമത് മടങ്ങി വരണം. पहला है कि लौट आना है. ദൈവമക്കളെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം ഒരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്നു. कि परमेश्वर हम सबके जीवन में एक लौट आना चाहता है. എവിടേക്ക് നാം മടങ്ങി വരണം? कहाँ की ओर हम लौट आना है? പുസ്തകത്തിൽ അതിന് ഒത്തിരി വാക്യങ്ങളുണ്ട്. वचन में इसमें बहुत सारे आयत है. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മടങ്ങി വരവ്. कि उत्पत्ति में एक खास लौट आना. യാക്കോബ് ബഥേലിലേക്ക് മടങ്ങി വന്നു. कि याकूब जो है बेथेल में लौट आया. പത്തനാരാമിൽ കുറെ വർഷങ്ങൾ അവൻ ചെലവഴിച്ചു കേട്ടോ. पद्मनाराम में बहुत सारे साल वो रहा. അവിടെ കുടുംബമായി, वहाँ कुटुंब हुआ, സമ്പത്തായി. संपत्ति हुआ. But he do not belong to that place. लेकिन वो उस जगह के लिए नहीं था. ഒരു ദിവസം ദൈവം പറഞ്ഞു, एक दिन परमेश्वर ने कहा മടങ്ങി വരണം. तुझे लौट आना है. എവിടേക്ക് മടങ്ങി വരണം? कहाँ लौट आना है? ഹല്ലേലൂയ. ബഥേലിലേക്ക് മടങ്ങി വരണം. बेथेल में लौट आना है. അപ്പന്റെ വീട്ടിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ, पिता के घर के रास्ते में ഹല്ലേലൂയ, ദൈവത്തിന്റെ ആഗ്രഹം, परमेश्वर का इच्छा പണ്ട് കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്ത ആ സ്ഥലത്തേക്ക് മടങ്ങി വരണമെന്ന്. कि परमेश्वर के साथ जो तूने वाचा बांधा उस जगह पे तुझे 20 लौट आना വർഷങ്ങൾക്ക് है. മുമ്പ് അവിടെ വെച്ച് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. 20 साल पहले वहां तूने एक वाचा बांधा है. യാക്കോബ് 20 വർഷം കൊണ്ട് ആ ഉടമ്പടിയൊക്കെ മറന്നു കേട്ടോ. 20 साल में याकूब जो वादा है भूल गया. നമ്മുടെ ഭാഷയിൽ യാക്കോബ് വളരെ ബിസി ആയിരുന്നു. हमारे भाषा में याकूब बहुत व्यस्त हो गया. അമ്മായിപ്പൻ കൊടുത്ത ജോലിയുണ്ട്, कि ससुर ने दिया हुआ काम है, കുടുംബമുണ്ട്, या कुटुंब है, കുഞ്ഞുങ്ങളുണ്ട്. बच्चे हैं. യാക്കോബ് ഓവർ ടൈം ജോലി ചെയ്യുക. याकूब ओवर टाइम काम कर रहे हैं. അമ്മായിപ്പന്റെ ജോലിയും ചെയ്യണം, ससुर का भी काम करना है, നാട്ടിൻ പറ്റത്തെ വർദ്ധിപ്പിക്കണം. खुद के भेड़ों को भी संभालना है. 20 വർഷം കൊണ്ട് യാക്കോബ് ഒരു കാര്യം മറന്നുപോയി. 20 साल में वो एक बात भूल गया. തമ്പുരാനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. परमेश्वर के साथ एक वाचा ആ बांधा है. ഉടമ്പടിയിലേക്ക് മടങ്ങി വരുവാൻ, उस वाचा में लौट आने के लिए എവിടെ നീ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, जहाँ तुझे होना है परमेश्वर चाहता है, അവിടേക്ക് മടങ്ങി വരുവാൻ वहाँ लौट आने के लिए ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിക്കുന്നു. परमेश्वर चाहता है. യാക്കോബേ, you do not belong to that place. याकूब तो उस जगह के लिए नहीं है. It's not your place. वो तेरा जगह नहीं है. നിന്നെ കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതിയിലേക്ക് നീ തിരിച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. तेरे पर जो योजना परमेश्वर के उस योजना की ओर तुझे लौट आना है. परमेश्वर की इच्छा है. അല്ലെങ്കിൽ ഹാരാനിൽ നീ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. हाँ, हरान में जो तू है कि आशीषित वो सच है. പക്ഷെ നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. लेकिन तेरे बार परमेश्वर का बहुत बड़ा योजना है. നേഷൻ ആക്കാനാ ദൈവത്തിന്റെ പദ്ധതി. तुझे एक जाति बनाने का परमेश्वर का इच्छा है. യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചത്, याकूब तुझे जो सृष्टि किया, ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചത്, इस्राएल जो तुझे നിന്നെ പേർ ചൊല്ലി വിളിച്ചത്, तुझे नाम से ഒരു पुकारा, വലിയ പദ്ധതിയോടെ. एक बड़ा കഴിഞ്ഞ योजना ആഴ്ച के നമ്മൾ साथ. കേട്ട കാര്യമാണ് കേട്ടോ. पिछले हफ्ते हमने सुना है നമ്മളെ കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. हम सबके बारे में परमेश्वर का बहुत बड़ा योजना है. അങ്ങനെ വിശ്വസിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തി. ऐसा विश्वास करने वाले हाथों को उठाए. आमीन.
എനിക്കൊരു വിശ്വാസമുണ്ട്, मुझे एक विश्वास है, ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി. मेरे बारे में परमेश्वर പക്ഷെ की പലപ്പോഴും योजना അത് है। നടക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാം? काफी बार वो नहीं होने का कारण क्या നമ്മളെ है? പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. हम उस योजना के लिए समर्पित नहीं होते ദൈവം हैं। പറഞ്ഞു നീ ബദലിലേക്ക് തിരിച്ചു പോ. परमेश्वर ने बोला तू बेतेल की ओर जा, അവിടെ നീ ഒരു ആലയം പണിയേണ്ടവനാണ്, वहाँ तुझे एक मंदिर बनाना അവിടെ है, നീ ആരാധിക്കേണ്ടവനാണ്. वहाँ तुझे आराधना പക്ഷെ करना നമ്മൾ है। പറയും, ഇപ്പം പറ്റത്തില്ല കർത്താവേ, हम कहते हैं अभी नहीं होगा കുറച്ച് നാളൂടെ परमेश्वर, കഴിയട്ടെ, कुछ समय के बाद, കുറച്ച് നാളൂടെ കഴിയട്ടെ. कुछ समय के बाद ഈ ലാബാന്റെ മക്കളുടെയും ഒക്കെ മുഖം കടത്താലും നമ്മൾ പറയും, लाबान के बच्चों का मुंह खाला होगा तो हम कहेंगे, അതങ്ങ് സഹിക്കും നമ്മള്. वो हम झेल लेंगे, അങ്ങനെ വർഷങ്ങൾ അങ്ങ് പോകും. वो ऐसे साल निकल जाएंगे, അവസാനം മരണം ഒരു നാളിലെത്തി നമ്മുടെ വാതിലിൽ മുട്ടുമ്പോൾ और अंत में जब मृत्यु हमारे दरवाजे के सामने आएंगे, കർത്താവേ അല്പസമയം കൂടെ തന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം. तब हम कहेंगे परमेश्वर और कुछ समय देंगे तो हम तेरे लिए അപ്പോഴൊക്കെ जिएंगे। എല്ലാം കഴിഞ്ഞു പോകും പ്രിയമുള്ളവരെ. तब तक सब समाप्त हो जाएगा। ഞാൻ കഴിഞ്ഞിടയ്ക്ക് ചിന്തിച്ച ഒരു കാര്യം, पिछले हफ्ते मैंने इस विचार की एक बात है, സാന്ദർഭികമായി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് കൊണ്ട് പറയാം. इस विषय के साथ उसके लिए मैं कहता हूँ। നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തിയുടെ മരണത്തിൽ ദൈവം ഹല്ലേലൂയ വളരെ ദുഃഖിക്കുന്നു. आपको पता है एक व्यक्ति की मृत्यु पे परमेश्वर बहुत दुख होता है। വചനം പറയുന്നു പാപിയുടെ മരണത്തിൽ എനിക്ക് പ്രസാദമുണ്ടോ? कि वचन कहते हैं पापी का मृत्यु पे मुझे प्रसन्न है क्या? परमेश्वर खुश नहीं होते जब एक पापी मरता है। क्यों? आमेन। നഷ്ടപ്പെട്ടു പോവുകയാ, क्योंकि नष्ट हो गया, ഇനി രക്ഷപ്പെടാൻ ഒരു പ്ലാനുമില്ല, പദ്ധതിയുമില്ല, अभी उसको ഒരു ചാൻസ് ഇല്ല. अभी उसको उद्धार पाने का कोई मौका नहीं है। ദൈവത്തിന്റെ സങ്കടമാ, परमेश्वर को दुख है, അയ്യോ ഇവൻ നന്നായില്ലല്ലോ, ये सही नहीं हुआ, ഇവൻ നഷ്ടപ്പെടുത്തി. ये नष्ट हो गया। ഇനി ഒരു വിശുദ്ധന്റെ മരണത്തെ കുറിച്ചോ, एक धार्मिक मृत्यु पे 116ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് 116 भजन संहिता में कहता है, എന്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. परमेश्वर के भक्तों का जो मृत्यु है बहुत बड़ा कीमती है, वचन में लिखा है, अनमोल है। അപ്പൊ നമ്മൾ നല്ലതെന്നല്ല നമ്മൾ മീനിങ് എടുത്തത്. हम उसका अर्थ क्या लगते हैं? अनमोल बहुत बेहतरीन है, നല്ല വാക്യം. ഞാൻ ഈ അടുത്ത സമയം വരെ അങ്ങനെ പ്രസംഗിച്ചിരുന്നത്. इस समय तक इस प्रकार हमने प्रचार किया। മരിക്കുമ്പോൾ ദൈവത്തിന് വലിയ സന്തോഷമാണ് പ്രസംഗിച്ചത്. वक्त जब गुजरता है तो परमेश्वर बहुत आनंद होता है। ഹല്ലേലൂയ. ഒരു ദിവസം ദൈവദാസൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. एक दिन एक परमेश्वर के दास ने वचन संदेश भेजा, ഫിനി പാസ്റ്ററെ, पास्टर, പാസ്റ്റർ പറഞ്ഞു കേട്ടു ഭക്തന്റെ മരണം ദൈവത്തിന് വലിയ സന്തോഷമാണ്. मैंने सुना कि आपने कहते हुए कि भक्त का जो मृत्यु है परमेश्वर आनंदित होते हैं। 4-5 ട്രാൻസ്ലേഷൻ വായിച്ചു നോക്കണം കേട്ടോ. बोला कि वो वचन का 2-3 ट्रांसलेशन जब पढ़िए, ഞാൻ വായിച്ചു നോക്കി. और मैंने पढ़ा। ദൈവദാസന്മാരെ നമ്മളെ കറക്റ്റ് ചെയ്യുന്നത് നല്ലതല്ലേ? परमेश्वर दास को हमें करेक्ट करना सही है। ഹല്ലേലൂയ. ഞാൻ വായിച്ചു നോക്കിയപ്പം जब मैं पढ़ा അങ്ങനെ അല്ലാതെ എഴുതിയിരിക്കുന്നത്. वैसा नहीं है वो लिखा। ട്രാൻസ്ലേഷൻ ശരിയായ ട്രാൻസ്ലേഷൻ എന്താണെന്നറിയോ? उसका सही ट्रांसलेशन क्या है? ഭക്തന്റെ മരണം ദൈവത്തിന് കോസ്റ്റ്ലി ആണെന്നാ. कि भक्त का जो मृत्यु है परमेश्वर के लिए महंगा है। കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? महंगा का अर्थ क्या നമ്മൾ है? ഒരു സാധനം മേടിക്കാൻ പോയിട്ട് हम एक वस्तु लेने गया, ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് പറയും. हम बोलते बहुत महंगा है, വലിയ വില കൊടുക്കേണ്ടി വരും. बहुत कीमत देना ഒരു होगा। ഭക്തന്റെ മരണം ദൈവത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. एक भक्त का जो मृत्यु है परमेश्वर को बहुत बड़े कीमत देना है। ഹല്ലേലൂയ. മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് दूसरा एक ट्रांसलेशन कहता है, ന്യൂസ് ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിൾ ഉണ്ട്. गुड न्यूज बोल के एक बाइबल वो कहता है, അവിടെ പറയുന്നത് वहाँ कहता है റൈച്ചസ് പേഴ്സൺസ് ഡെത്ത്, ഒരു ഭക്തന്റെ മരണം ദൈവത്തിന് പെയിൻഫുൾ ആണ്. वहाँ कहते हैं एक भक्त का जो मृत्यु है परमेश्वर के दर्द है। അപ്പൊ പാപി മരിക്കാൻ ദൈവത്തിന് സങ്കടമാ. कि पापी जब मरता है तो परमेश्वर को दुख है, രക്ഷ പ്രാപിച്ചില്ലല്ലോ. वो उद्धार नहीं पाया। ഭക്തൻ മരിക്കുമ്പോൾ ദൈവത്തിന് വലിയ കോസ്റ്റ്ലി ആണത്. कि जब भक्त गुजरता है परमेश्वर को बहुत महंगा है। ഹല്ലേലൂയ. കാരണം എന്താ? कारण क्या है? അവൻ ഭൂമിയിൽ കുറച്ച് നാളുകൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, यदि वो पृथ्वी पे और कुछ समय होता, അവൻ ദൈവരാജ്യത്തിന് വലിയ അനുഗ്രഹമാകുമായിരുന്നു. उसके राज के लिए बहुत आशीष होता। आमीन। അവൻ കുറച്ച് നാളുകൂടി ഭൂമിയിൽ ഉണ്ടായിരുന്നു. अगर और कुछ समय वो पृथ्वी में रहता, ഒരു ദിവസം പറഞ്ഞ അവന്റെ പ്രസൻസ് മതി ആ ദേശത്തിന് മേൽ ഒരു കവചം, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. उसका सानिध्य काफी था उस देश में, एक प्रोटेक्शन, एक कवच के लिए। ഇവനെ ഇങ്ങനെ ഫോം ചെയ്യാൻ ദൈവം इन्वेस्ट ചെയ്തെന്ന് അറിയാമോ? उसको उस प्रकार रूप में लाने के लिए परमेश्वर ने कितना निवेश किया, बहुत निवेश किया। ദൈവത്തിന്റെ വലിയ ഇൻവെസ്റ്റ്മെന്റ്. बच्चों आप सबके ऊपर परमेश्वर बहुत बड़ा इन्वेस्टमेंट है। കോസ്റ്റ്ലി പ്രോഡക്റ്റ് ആണ് നിങ്ങൾ. आप सब बहुत ही बहुमूल्य है। ഹലോ, നമുക്കറിയത്തില്ല എല്ലാത്തിന്റെ കോസ്റ്റ് നിർണ്ണയിക്കുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? हमें पता है हर चीज का जो मूल लाने का बहुत सारे कारण होते हैं। നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തു. हमने इंटरनेट से एक पिक्चर डाउनलोड किया, അത് പോയി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല മൾട്ടി കളർ പ്രിന്റ് ഔട്ട് എടുത്തു.
उसका हम बहुत ही एक अच्छा एक मल्टी कलर प्रिंट आउट लिया। എത്ര കൂടിയ പ്രിന്റ് ഔട്ട് ആണെങ്കിലും 100 രൂപയ്ക്കകത്ത് കിട്ടും. कितना ही बड़ा प्रिंट आउट क्यों ना 100 रुपए में मिलेगा। ശരിയല്ലയോ? നമുക്കത് ഫ്രെയിം ചെയ്ത് വെക്കാം. ഫ്രെയിമിന്റെ വിലയും കൂടെ എല്ലാം കൂടെ കൂട്ടി 10-350 രൂപയ്ക്കകം സുന്ദരമായിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാം. कि फ्रेम सब करके बोलते ना 300 रुपए हम कर सकते हैं। ഹല നമ്മുടെ ഇടയിൽ പടം വരയ്ക്കുന്നവരുണ്ട്. हमारे बीच में चित्र बनाने वाले हैं। അശ്വതി പടം വരയ്ക്കും. നമ്മുടെ കുനാൽ ബ്രദറൊക്കെ പടം വരയ്ക്കുന്നവർ. अश्वति है, कुणाल है, सब चित्र बनाते അവർ हैं। ക്യാൻവാസ് ഒക്കെ വാങ്ങിച്ച് അതിൽ വരച്ച് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ വീട്ടില്. उनके घर पे उन्होंने कैनवास पे चित्र बना के फ्रेम करके ഇനിയും रखा പടം വരയ്ക്കുന്നവരുണ്ട്. കെസിനൊക്കെ പണ്ട് വരയ്ക്കുമായിരുന്നു. ഇപ്പോഴും വരയ്ക്കുമോ? ബിസിയാന്ന് തോന്നുന്നല്ലേ? है। कैसे इन सब पहले बनाता था, അപ്പൊ വരയ്ക്കുന്നവരുണ്ട്. तो बनाने वाले हैं। അപ്പൊ അവർക്ക് ഈ വരയ്ക്കാൻ എത്ര സമയം എടുക്കും? उनको बनाने के लिए कितना ഒരു समय लगता है? പടമൊക്കെ വരച്ചിന് അശ്വതി how much time you will take to complete a good picture like a 16 hours a normal picture? What about that lion and all? You completed it within 16 hours? Then 3 months. It took 3 months. 3 മാസം എടുത്ത് ഒരു പടം വരച്ചു തീർക്കുക. उसको एक चित्र बनाने के लिए 3 महीना लगा। ആ പടം 100 രൂപയ്ക്ക് വാങ്ങിച്ചാൽ പറ്റുമോ? वो चित्र के 100 रुपए में देंगे। 3 months means 90 days. 3 महीने के अर्थ है 90 दिन। अरे कम से कम पगार रखेगा तो भाई 700-800 1000 रुपए एक दिन का पगार होता है ना? और दोस्तों 1000 രൂപയുടെ കൂലി ഉണ്ട്। तो कम से कम कितना इन्वेस्ट किया? എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു? कम से कम 3 महीने का पहाड़ समझ लीजिए 1 लाख रुपए का आसपास उस तस्वीर में इन्वेस्ट किया है. कि 3 മാസത്തെ സമയം ഒരു 1 ലക്ഷം രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്। So how much money you should get? तो എത്ര പൈസ അതിന് കിട്ടണം? हालेलुया. इन्वेस्टमेंट बहुत ज्यादा है उसमें. അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഒത്തിരി ഉണ്ട്। So ഒരു വിഷയത്തിന്റെ ഒരു സാധനത്തിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അങ്ങനെ കേട്ടോ. तो एक प्रोडक्ट का जो कॉस्ट है उस प्रकार मूल्य लगाते हैं। ആ പടം തന്നെ अभी वही चित्र എം.എഫ്. ഹുസൈൻ ഒക്കെ വരച്ചതാണെങ്കിൽ एम.एस. हुसैन बनाता രാജാ है, രവിവർമ്മ വരച്ചതാണ്. राजा रवि वर्मा बनाया അതിന്റെ था। കോസ്റ്റ് പിന്നെ ഈ കാൽക്കുലേഷനിൽ ഒന്നും അല്ല പോകുന്നത്. फिर उसका जो कॉस्ट है इस कैलकुलेशन में नहीं जाएगा। അതൊരു മാസ്റ്റർ ക്രിയേഷൻ ആണ്. वो एक मास्टर क्रिएशन। ഐ വാണ്ട് ടു ആഡ് സംതിങ്. ലാസ്റ്റ് സൺഡേ പറഞ്ഞ മെസ്സേജ് ആയിട്ട് ഒന്ന് ആഡ് ചെയ്ത് പറയട്ടെ. लास्ट पिछले संडे कहा हुआ संदेश के ऐड करके ദൈവം कहते हैं ഒത്തിരി വർഷങ്ങൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തു. परमेश्वर ने बहुत साल आप पे निवेश किया। നമ്മൾ പറഞ്ഞില്ലേ മാൻ പവർ എന്ന് പറയത്തില്ലേ? हम कहते हैं मैन पावर। എത്ര മാൻ പവർ അല്ല, ഗോഡ്സ് പവർ. Amen. Hallelujah. God's power in you. परमेश्वर ने अपनी शक्ति हम में इन्वेस्ट किया है। मैन पावर. वो इंसान का मैन पावर नहीं है There is different methods to measure power. कि अलग अलग तरीके से हम शक्ति को नापा जा सकते There हैं। was a method called horse power. हम कहते हैं हॉर्स पावर, horse power. horse power. power. कि घोड़े का जो है പല മെത്തേഡ് ഉണ്ട്. अलग-अलग है। അളക്കാനുള്ള जो Man शक्ति को power. नापने के മനുഷ്യന്റെ लिए ശക്തി. एक इंसान की മാൻ शक्ति പവർ ഇൻവെസ്റ്റ് ചെയ്തു. ഇത്രയും മാൻ പവർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതാണ്. कि इतना इंसान की शक्ति उसमें निवेश किया है। പണ്ടൊരിക്കലും ഒരാളിങ്ങനെ പറഞ്ഞു, बहुत पहले एक व्यक्ति ने इस प्रकार कहा, പാസ്റ്റർ 100 പേര് സഭായോഗത്തിന് വന്നിരിക്കുമ്പോൾ जब 100 लोग कलीसिया में जब आके बैठते हैं, അവര് 3 മണിക്കൂർ ഓരോരുത്തർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. हर व्यक्ति ने 3-3 घंटा निवेश किया है। 100 into 3 तो 100 into 3 300 hours അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. 3000 समय उन्होंने इन्वेस्ट किया है। അതുകൊണ്ട് പാസ്റ്റർമാർ ഉഴപ്പി പ്രസംഗിക്കരുതെന്ന്. तो जो पासवान लोग हैं कि ऐसे प्रचार नहीं करना है। ടൈം അല്ലെ മാൻ പവർ വേസ്റ്റ് ചെയ്യും ഉഴപ്പി പ്രസംഗിച്ചാല്. हम बहुत सारे मैन पावर वेस्ट कर रहे हैं जब सही प्रचार नहीं करते हैं। പവർ കാൽക്കുലേറ്റ് ചെയ്ത് കോസ്റ്റ് കാൽക്കുലേറ്റ് कि ചെയ്യും. मैन पावर के साथ हम कॉस्ट को जोड़ते ഇവിടെ हैं। ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മനുഷ്യനല്ല. यहाँ जो निवेश किया है इंसान ഇവിടെ ने नहीं, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ദൈവമാണ്. आमीन। यहाँ जो निवेश किया है So, परमेश्वर what is है। the power of God? तो परमेश्वर की शक्ति What क्या is है? the power of God? तो परमेश्वर की शक्ति क्या है? ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളെ ഫോം ചെയ്തിരിക്കുകയാണ്. परमेश्वर के सामर्थ्य से हमें क्या है उसने रचा है। ഓ, എന്തൊരു ദൈവ ശക്തി, ഡിവൈൻ പവർ, ഗോഡ്സ് പവർ, ഗോഡ് പവർ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇന്നത്തെ ഫോമിലാക്കിയിരിക്കും. इस रूप में लाने के लिए परमेश्वर ने कितना ईश्वरीय सामर्थ्य और शक्ति हमें निवेश किया है അൺഇമാജിനബിൾ കോസ്റ്റ് കേട്ടോ. कि हम उससे नाप नहीं सकते। उतना ഭയങ്കര महंगा cost, है, ഭയങ്കര उतना costly उतना ആണ്. मूल्यवान है। ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണമേ, अभी ध्यान देना, ഇത് എം.എഫ്. ഹുസൈനോ രാജാ രവിവർമ്മയോ ഒന്നുമല്ല. ये एम.एफ. हुसैन या राजा रवि वर्मा ऐसा कोई नहीं। അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവന്, सृष्टि को पूरा बनाने वाला, ബെസ്റ്റ്, ദ മോസ്റ്റ് ബെസ്റ്റ്. जो सबसे उत्तम, ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ട്? उसके ऊपर कोई नहीं। ഏറ്റവും
ഏറ്റവും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള सबसे बेहतरीन सृष्टिकर्ता ക്രിയേറ്റർ, जो सृष्टिकर्ता അവനൊപ്പം പറയാൻ ആരെങ്കിലും ഉണ്ടോ? उसके तुलना में कोई नहीं. അവനെ കാട്ടിലും നല്ലൊരു മാസ്റ്റർ ആർട്ടിസ്റ്റ്, മാസ്റ്റർ ക്രിയേറ്റർ ആരെങ്കിലും ഉണ്ടോ? क्या उससे उत्तम कोई कलाकार है क्या? അവനാണ് നിങ്ങളെ ഫോം ചെയ്തത്. उसने हमें रचा है. യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചിട്ട് याकूब तेरा सृष्टि करके നിന്നെ ഫോം ചെയ്തെടുത്തത് तुझे रचन करके लिया. ഈ ലോകത്തിലെ ഒരു വലിയ ആർട്ടിസ്റ്റ് അല്ല, इस दुनिया का कोई बड़ा कलाकार ഒരു नहीं, മാസ്റ്റർ ക്രിയേറ്റർ അല്ല, एक कलाकार नहीं, സർവശക്തനായ ദൈവം, सर्वशक्तिमान परमेश्वर है. ആകാശം ഹല്ലേലൂയ അവന്റെ കൈവേലയെ വർണ്ണിക്കുമ്പോൾ आकाश जो है उसकी हाथ के रचनाओं को बताता ആകാശവിധാനം है. ഇന്നും എനിക്കും നിനക്കും ഒരു അത്ഭുതമായി നിൽക്കുമ്പോൾ आकाश आज भी मेरे और आपके लिए चमत्कार के सबसे बड़ा ഭൂമിയിലെ है. പൂഴിയെ നാഴിയിൽ കൊള്ളിക്കുന്ന കർത്താവ്, धरती में जो धूल है उसको क्या ना मापने वाला परमेश्वर. आमेन. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവനാണ് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്തത്. उसने हम पे निवेश किया है. കോസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല, उसका मूल हम लगा नहीं കോസ്റ്റ് सकते, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. उसका मूल को हम लगा नहीं सकते हैं. കോസ്റ്റ്ലിയാ നമ്മൾ आमेन आमेन. उतना महंगा है हम सभी लोग, അത്രയും ദൈവം ഇൻവെസ്റ്റ് ചെയ്തിട്ട് उतना उसने निवेश करके. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി ഒന്നും ചെയ്യാതെ, हम परमेश्वर कार्य कुछ ना करते हुए, ഹല്ലേലൂയ, ഒരു റിട്ടേണും കൊടുക്കാതെ बिना कोई रिटर्न दिए ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ वो जब पृथ्वी से लौट जाते हैं, കർത്താവ് പറയും, परमेश्वर कहेंगे, "അയ്യോ, ഞാൻ എന്ത് ഇൻവെസ്റ്റ് ചെയ്തെന്നറിയാമോ?" परमेश्वर कहेंगे, मैंने कितना निवेश किया है. ഹല്ലേലൂയ. ദൈവത്തിന് ആസ് ലൈക്ക് എനി അതർ ഇൻവെസ്റ്റർ ഒരു റിട്ടേൺ ആഗ്രഹിക്കുന്നുണ്ട്. जैसे कोई भी निवेशक एक रिटर्न चाहता है, उसी प्रकार परमेश्वर भी. യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ നിർമ്മിച്ചത് याकूब तुझे सृष्टि किया, तेरा रचना किया. പദ്മനാരാമിൽ കുടുങ്ങിക്കിടക്കാനല്ലെന്ന്. पद्मनाराम में तेरे को बसे रहने के लिए नहीं യാക്കോബേ, है. നിന്നെ ഇസ്രായേലാക്കി, याकूब तुझे इस्राएल बना के, ഒരു ജനതയാക്കി, एक जाति बना के, ഒരു അനുഗ്രഹമാക്കി, एक आशीष बना നിന്റെ के. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ നിന്നെ വേർതിരിച്ച പദ്ധതികൾ നിന്നിൽ പൂർത്തീകരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. कि तेरे माँ के कोख से तुझे अलग कड़कड़े करके अभी जो योजना चिकन बनाया है, थालियां वो बजा पूरा कर। करने की इच्छा है परमेश्वर Oh, को. God is having a great plan about your life. कि परमेश्वर एक बहुत बड़ा योजना है आपके जीवन God do में. not want to lose his investment. परमेश्वर अपना निवेश को You खोना नहीं are चाहते. so precious. आप बहुत ही मूलवान हो. You are a costly creation. आप बहुत ही मूलवान एक മജനാരം ശൽഖമന രഗദലബം ശൽഖമന. Hallelujah. हालेलुया. പക്ഷെ നമ്മൾ ഈ പലരും പദ്മനാരാമിൽ കുടുങ്ങിക്കിടക്കുക. पर हम में से बहुत सारे लोग पद्मनाराम में फंसा നമ്മൾ हुआ ഈ है. പലരും ലാബാന്റെ ആടിനെ നോക്കി हम കുടുങ്ങിക്കിടക്കുക. में से बहुत सारे लोग लाभान के बेड़ों के साथ हालेलुया. फंसा हुआ है. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു കാര്യം ഓർപ്പിക്കുക. बहुत फटक से परमेश्वर की हाथ में एक बात याद മോശയ്ക്ക് दिला മാറാൻ रहे. പറ്റിയത് കേട്ടോ. मूसा को भी वही हुआ. മിസ്രൈം വിട്ടവൻ ഓടിപ്പോയി. मिस्रैम छोड़ क्यों भागा? മിസ്രൈം വിട്ടവൻ ഓടിപ്പോയി. मिस्रैम छोड़ क्यों भागा? അപ്പൊ നിങ്ങൾ പറയും മിസ്രൈമിൽ തിരിച്ചു പോകുന്നത് നല്ലതാണ് പാസ്റ്റർ എന്ന്. तो कहेंगे बाप कहेंगे मिस्रैम में लौट आया, अच्छा है पासवान. മിസ്രൈം അവന്റെ മിഷൻ ഫീൽഡ് ആയിരുന്നു കേട്ടോ. मिस्रैम जो है उसका मिशन फील्ड है. മിസ്രൈമിലായിരുന്നു അവന്റെ കോള് കിടന്നത്. मिस्रैम था उसका खोल ഒരു जो है. ജനത വിടുവിക്കപ്പെടാനുള്ള ജനത एक प्रजा वहां छुड़ाना चाहिए. മിസ്രൈമിൽ അടിമത്തത്തിൽ കിടക്കുമ്പോൾ वहां जब मिस्रैम में गुलाम അവനെ होके पड़ा है, റിലീസ് ചെയ്യേണ്ടവൻ, उसको जो छुड़ाने അവനെ वाला, പുറത്തു കൊണ്ടുവരുന്നവൻ, उसे बाहर लाने അവനെ वाला, കുഴികളിൽ നിന്ന് പുറത്തു उसे കൊണ്ടുവരുന്നവൻ, गड्ढे में से बाहर लाने वाला, അവനെ ജയിലിൽ നിന്ന് പുറത്തു उसे കൊണ്ടുവരുന്നവൻ, जंजीरों में से बाहर അവനെ लाने वाला, ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവൻ, उसे बंधन से बाहर लाने वाला, അമ്മായപ്പന്റെ ആടിനെ മേയിച്ച് നടക്കുകയാണ്. ससुर का भेड़ को Are you लेके चल listening रहे me? हैं? क्या आप मुझे सुन रहा है? ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ ഒന്ന് രണ്ട് വാക്യം മുകളിലായിട്ട് कि पिछले हफ्ते जो हमने पढ़ा उस वचन का एक दो आयत ऊपर യെശയ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ एशिया की किताब में ഇങ്ങനൊരു വാക്യമുണ്ട്. ऐसे आयत है. ഹല്ലേലൂയ. അവർ കുഴികളിൽ കുടുങ്ങിക്കിടക്കുക, वो गड्ढों में फंसा हुआ है, ആരും അവരെ പുറത്തു കൊണ്ടുവരുന്നില്ലെന്ന്. कोई उसे बाहर नहीं ला അവർ रहा है. ബൗണ്ടേജിലാ, वो बंधन में അവർ है, ബന്ധനത്തിലാ, वो बंधन में है പുറത്തു വരികയെന്ന് ആരും കൽപ്പിക്കുന്നില്ലെന്ന്. कि बाहर आने के लिए कोई आज्ञा नहीं देते. നിങ്ങൾക്കറിയാമോ, അനേകർ ഇന്നും പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുമ്പോൾ, आपको पता है बहुत सारे लोग आज भी पाप के बंधन में जब फंसे അനേകർ हैं, ഇന്നും പൈശാചിക ശക്തികളുടെ ബന്ധനത്തിൽ കിടക്കുമ്പോൾ, आज भी बहुत सारे लोग शैतानी सामर्थ में जब फंसे हुए हैं, അവരെ പുറത്തു കൊണ്ടുവരേണ്ടവർ, उसे बाहर लाने वाले, അവരെ ഡെലിവർ ചെയ്യേണ്ടവർ, उन्हें छुटकारा देने वाले. അൽക്കമശകമനരം. ഒരു കരങ്ങളെ അടിച്ച് കർത്താവിനെ हाथ സ്തുതിച്ചാട്ടെ. ताली बजा के परमेश्वर को धन्यवाद दे. അതാമനരം ശൽഖമനരകദൽ കടകശ. हालेलुया, ഹല്ലേലൂയ. हालेलुया. താങ്ക് യു ജീസസ്. ഒന്ന് വായിച്ചാട്ടെ. जरा पढ़िए യെശയ്യാവ് 42 एशिया 42.
22ാമത്തെ വാക്യം മുതൽ 22 आयत से ओ हाँ यू नो ये सबके सब कौन है? इधर ला आ रहा हालेलुया कोठरियों में बंद किया हुआ लोग, कि ഇവരെല്ലാം ജയിൽ ബന്ധായി കിടക്കുന്നവരാ, घट्टे में पड़ा हुआ लोग, കുഴിയിൽ കിടക്കുന്നവരാ. മലയാളത്തിൽ പറയുന്നു മലയാളം में कहता है മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. इन्हें लूटा और चोरी किया हुआ एक लोग है, ഹലോ, ഇവരെ കൊള്ളയടിച്ചിരിക്കുക. इन्हें लूटा गया है, ഇവരുടെ അനുഗ്രഹങ്ങളെ പിശാച് കൊള്ളയടിച്ചിരിക്കുക. इनकी आशीषों को शैतान ने लूटा है. നിങ്ങൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? क्या आपने वैसे लोगों को देखा है? പിശാച് കൊള്ളയടിച്ചവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? आपने देखा कि शैतान ने लूटे हुए लोगों को? ഹലോ, പിശാച് കൊള്ളയടിച്ചവരെ കണ്ടിട്ടുണ്ടോ? क्या आपने देखा शैतान ने लूटे हुए लोगों को? നമ്മുടെ ചുറ്റും ഒത്തിരി ആളുകളുണ്ട് അങ്ങനെ. हमारे आजू बाजू बहुत सारे लोग हैं ऐसे. പിശാച് അവരെ കൊള്ളയടിച്ച് शैतान ने उन्हें लूट के അവരുടെ ജീവിതത്തെ നശിപ്പിച്ച് उनके जीवन को नाश करके തകർത്തിട്ടിരിക്കുന്ന ആളുകൾ, उन्हें नाश करके डाला है. ബന്ധനത്തിൽ കിടക്കുന്ന ആളുകൾ, जो बंधन में डाल അവർ पड़ा है നടക്കുന്നുണ്ട്, वो चल रहा है, കാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുക. लेकिन पैर उनके जंजीरों में है. ഹല്ലേലൂയ, അവർ ജോലി ചെയ്യുന്നുണ്ട്, वो नौकरी कर പക്ഷേ रहे അവരുടെ हैं, ബുദ്ധി लेकिन ബന്ധിക്കപ്പെട്ടിരിക്കുക. उनकी बुद्धि जो है बंधन में है. ഈ ദൂതനോട് ഇങ്ങനെ പ്രതികരിച്ചാൽ പോരാ. ये जो वाणी से इस प्रकार ഇതൊന്നും नहीं ഞാൻ लेना है. പറയാൻ വന്ന ദൂതല്ല. ये बोलने के लिए आया हुआ वाणी नहीं है ദൈവത്തിന്റെ നമ്മുടെ പരമാർത്ഥ മനസ്സിനെ ഇന്ന് പകൽക്കാലം Amen. ഓർപ്പിച്ചുണർത്തുന്നു. कि परमेश्वर अपने दिल को आज जान के जांच के उसे जगा रहा है. നമ്മുടെ ചുറ്റുമൊന്ന് നോക്കിയാൽ മതി, हमारे चारों बाजू अगर यदि देखे, നമ്മുടെ അയൽവക്കത്തുകാരനെ ഒന്ന് നോക്കിയാൽ മതി, हमारे पड़ोसी को यदि देखे, നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് हमारे सोसाइटी में है, പിശാച് കൊള്ളയടിച്ച അനേക ജീവിതങ്ങൾ शैतान ने लूटा हुआ बहुत सारे लोग കുഴി കിടക്കിയ കേട്ടോ. जो गड्ढे में पड़ा है. ആരും അവനെ വലിച്ചു പുറത്തു കൊണ്ടിരുന്നില്ലെന്ന്. कोई भी उन्हें खींच के बाहर नहीं യേശു ला रहे. ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, यीशु मसीह के अधिकार के नाम से കുഴികളിൽ കുടുങ്ങിയും गड्ढों में फंस के, കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടതായ ജനം कि जो बंदी गृह में बंधा हुआ लोग, കവർച്ചയായി പോയി उन्हें लूटा गया, ആരും വിടുവിക്കുന്നില്ല. कोई उन्हें छुड़ा नहीं അവർ रहा है. കൊള്ളയായി പോയി उन्हें लूटा गया, മടക്കി തരികയെന്ന് ആരും പറയുന്നതുമില്ല. लौटा के दे करके कोई नहीं कह അടുത്ത रहा. വാക്യം, अगला आयत, നിങ്ങളിൽ ആര് അതിന് ചെവി കൊടുക്കും? तुम में से कौन उसे कान ഇന്ന് देगा? പകൽക്കാലം ഈ സന്ദേശത്തിന് ആര് ചെവി കൊടുക്കും? इसके बीच में संदेश को कौन कान ചുറ്റും देगा? അനേകർ തകർന്നു കിടക്കുമ്പോൾ, आमीन, आमीन. हमारे चारों बाजू बहुत सारे അനേകർ नाश में पड़े, അടിമത്തത്തിൽ കിടക്കുമ്പോൾ, बहुत सारे लोग जो गुलाम में पड़े അനേകരെ हैं, ഊഴിയ വിചാരകന്മാർ മിസ്രൈമിൽ അടിച്ച് ഒതുക്കുമ്പോൾ, बहुत सारे लोगों को जो मिस्र में जो सेनापति लोग उनको दबाता है, जब लोग लूटा जा रहा है, വിടുവിക്കേണ്ടവൻ, जो छुड़ाने वाला, വിടുവിക്കാൻ വേണ്ടി ദൈവം അമ്മയുടെ ഗർഭത്തിലെ തെരഞ്ഞെടുത്തവൻ, जो छुड़ाने के लिए मां के അതല്ല, कोख में जो റംശൽഖമന चूक लिया है, നദിയിൽ നിന്ന് വലിച്ചെടുത്തവൻ, जो उसको नदी में से खींच लिया, അത്ഭുതമാക്കി നിർത്താൻ ദൈവം ഉദ്ദേശിച്ചവൻ, अद्भुत बना के रुकाने के അയ്യോ लिए ഹല്ലേലൂയ, അമ്മായിപ്പന്റെ ആടിനെ മേയിച്ചോണ്ട് നടക്കുക. ससुर का बेड़ को लेके चल रहे हैं. ശഖമന, മോശയോട് ദൈവം പറഞ്ഞു, मूसा से നീ परमेश्वर ने മടങ്ങി कहा, പോകണമെന്ന്. तुझे लौट के जाना है. എവിടേക്ക് മടങ്ങി कहाँ പോകണമെന്ന്? लौट जाना है? നിന്റെ മിഷൻ ഫീൽഡിലേക്ക് മടങ്ങി പോകണമെന്ന്. മിഷൻ ഫീൽഡ് में लौट ഇന്ന് के जाना है. പകൽക്കാലം എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും आज मुझे सुनने वाले कोई भी, നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ, तुम्हें जो सौंपा वो सेवक ऐसा അതല്ല, भागे है, അതിന് तो പല കാരണങ്ങളുണ്ടാകാം. उसका बहुत कारण होगा. അതൊരു പക്ഷെ നിന്റെ പരാജയമായിരിക്കാം. हो सकता है उसका पराजय है, ഓ, അത് നിന്റെ തോൽവിയായിരിക്കാം. तेरा पराजय होगा. മോശയെ പോലെ നീ തോറ്റുപോയിരിക്കാം. मूसा का समान तू पराजित हुआ മോശ रहेगा. വീണുപോയി കേട്ടോ. मूसा गिर गया. മോശ മിഷൻ ഫീൽഡിൽ വീണുപോയി. मूसा मिशन फील्ड में गिर എങ്ങനെ गया. മോശ വീണത്? कैसे मूसा गिरा? ദൈവം ഏൽപ്പിക്കാത്തത് ചെയ്തു. कि जो परमेश्वर ने सौंपा नहीं वो किया, മിസ്രൈമിനെ അടിച്ചുകൊണ്ട് മൂടി. कि मिस्र को मार के गाड़ लिया. അതല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. वो नहीं था परमेश्वर की योजना. അതുകൊണ്ട് ഓടിപ്പോയെങ്കിൽ इसके लिए वो भाग गया. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, आज पवित्र आत्मा कहता है, വീണിടത്ത് നിന്ന് നീ എഴുന്നേൽക്കാൻ. आमेन, आमेन. जहाँ से तू अजाना, गिरा, राम वहाँ से से तू मोशे ने उठना है. एഴുന്നേൽക്ക. मूसा तू उठ. നീ മടങ്ങിപ്പോ. मूसा तू लौट जा. നിന്റെ മിഷൻ ഫീൽഡിലേക്ക് നീ तू മടങ്ങിപ്പോ. तेरे मिशन फील्ड में लौट के जा. നിന്റെ തീരുമാനങ്ങളിലേക്ക് നീ മടങ്ങിപ്പോ. तू तेरे डिसीजन में लौट के आ. യാക്കോബിനെ പോലെ याकूब के നിന്റെ समान ഉടമ്പടിയിലേക്ക് നീ മടങ്ങിപ്പോ. तू तेरे वाचा में लौटा. നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് മടങ്ങിപ്പോ. तू तेरे परमेश्वर की योजना में Come लौटा. back to your original call in your life. तू तेरे बुलावट में लौटा. God has invested much in your life. कि परमेश्वर ने तुझे बहुत You निवेश are किया है. costly. तू बहुत महंगा है. हल्कमा शखामाना
ഒരു ഭക്തന്റെ മരണം ദൈവത്തിന് വിലയേറിയതാണെങ്കിൽ एक भक्त का जो मृत्यु परमेश्वर के लिए मूल्यवान है, നിങ്ങൾക്കറിയാമോ क्या आपको पता? ഒരു പക്ഷേ പിശാച് ഏറ്റവും സന്തോഷിക്കുന്ന എപ്പോഴായിരിക്കും അറിയാമോ? आपको पता है शैतान सबसे ज्यादा आनंदित कब होता है? നമ്മൾ മരിക്കുമ്പോഴാ, जब हम गुजर जाते हैं, നമ്മൾ കല്ലറയിൽ ഒതുങ്ങുമ്പോഴാ, जब हम कब्र में सीमित हो जाते हैं। പിശാച് എന്ത് ചിന്തിക്കുന്നറിയാമോ? शैतान क्या सोचते हैं? അയ്യോ ഇവൻ ഭയങ്കര തലവേദനയായിരുന്നു, ये बहुत सिर दर्द था, ഇവൻ ഭയങ്കര ഇന്റർസീഡ് ചെയ്യുന്നവനായിരുന്നു, ये बहुत इंटरसीड करता था, മധ്യസ്ഥി പ്രാർത്ഥന करने वाला था, देखो खत्म हो चुका है। അവൻ തീർന്നു പോയി। പിശാചിന്റെ ചിന്ത എന്താണെന്നറിയോ? शैतान क्या അയ്യോ, सोचते ഇവൻ हैं? ചത്തല്ലോ, ये मर गया, ഇവനെ കൊണ്ട് വലിയ പദ്ധതി ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു, इसके बारे में परमेश्वर बहुत बड़ा योजना था, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, परमेश्वर बहुत निवेश किया था ഞാൻ രക്ഷപ്പെട്ടു, അവൻ അതൊന്നും അനുസരിച്ച് റിട്ടേൺ കൊടുത്തില്ല। कि मुझे अच्छा लगे, उसने वो हिसाब से रिटर्न नहीं दिया। ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, एक परमेश्वर दास इस प्रकार का, ലോകത്തിൽ ഇന്ന് വരെ പ്രസംഗിച്ചിട്ടുള്ളതിൽ വെച്ച് Amen, yes. ഏറ്റവും നല്ല പ്രസംഗങ്ങൾ പ്രസംഗിക്കാതെ കല്ലറകളിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട്। कि दुनिया में आज तक जो प्रचार किया उससे भी बेहतरीन प्रचार ना करते हुए बहुत सारे लोग कब्र में सीमित हो गए, കാരണം ആ മെസ്സേജ് പ്രാപിച്ചവർ, क्योंकि जो संदेश जिसने पाया, ദൈവം ഇൻവെസ്റ്റ് ചെയ്തവർ, जिस पे परमेश्वर അത് निवेश किया, ഒരിക്കലും പ്രസംഗിക്കാതെ वो कभी प्रचार ना करते हुए, അമ്മായപ്പന്റെ ആടിന്റെ പുറകെ ജീവിതം നഷ്ടപ്പെടുത്തിയെന്ന് ഹല്ലേലൂയ। वो ससुर के भेड़ के पीछे अपने जीवन को नाश किया। याकूबे, याकूब, you do not belong to Padanaram, hallelujah, पद्दनाराम के लिए नहीं है। Moses, मूसस, you are in the wrong place, तू गलत जगह पे है, come back to your original call, तू तेरे बुलावट में come लौटा, back to your mission field, तू मिशन फील्ड में लौटा। മടങ്ങി വരാൻ റെഡിയാണോ? क्या आप लौट आने को तैयार है? പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി വിളിച്ചു പറയുന്നു, पवित्र आत्मा कुछ लोगों से कहते हैं, ജീവിതത്തിന്റെ ഒറിജിനൽ കോളിലേക്ക് മടങ്ങി വന്നാൽ आज के दिन तेरे जीवन के बुलावट में ഒരു लौट आए। ജനതയെ നീ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും। एक लोगों को, कुछ लोगों को तू छुड़ा के बाहर लाएगा। അടിമത്തത്തിൽ കിടക്കുന്ന ചിലതിനെ, जो गुलामी में पड़ा हुआ कुछ പിശാച് लोगों को, കൊള്ളയടിച്ച ചിലതിനെ, शैतान ने जिसे लूटा ഓ उसे, ഹല്ലേലൂയ, പിശാച് ചിലരെ നശിപ്പിച്ചതിനെ शैतान ने जिसे लूटा उसे നീ പുറത്തു കൊണ്ടുവരുമെന്ന് तू बाहर लाएगा। പ്രാർത്ഥനയോട് കൂടി സന്ദേശം കേട്ടോ। सभी लोग प्रार्थना के साथ വളരെ संदेश को सुने, പ്രാർത്ഥനയോട് കൂടി ഇതൊന്ന് बहुत ही ഏറ്റെടുത്താട്ടെ। प्रार्थना के इसे स्वीकार करो। ആമേൻ। आमेन, आमेन। നിങ്ങൾ കണ്ടിട്ടില്ലേ क्या आपने देखा नहीं? ബന്ധിക്കപ്പെട്ട അനേകരെ, जो बंधन में है बहुत सारे लोग, ശരീരം ബന്ധനത്തിലല്ലെങ്കിലും शरीर भले बंधन में नहीं हो, ബുദ്ധി ബന്ധനത്തിൽ കിടക്കുന്ന എത്രയോ പേർ, बुद्धि बंधन में कितने सारे हैं, രോഗത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന എത്രയോ പേർ। बीमारी के बंधन में कितने हैं। എന്തുകൊണ്ട്? അവന്റെ കൈ പിടിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. സൗഖ്യമാക എന്ന് പറഞ്ഞ് അവനെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല। क्यों हम उसके हाथ पकड़ के यीशु मसीह के नाम से चंगा हो बोल के हम उसे बाहर नहीं ला पा रहे हैं? ഹല്ലേലൂയ, हालेलुया, താങ്ക് യു ജീസസ്। हालेलुया। ഒന്ന് പുറത്തു വാ, आज बाहर आ, ഒറിജിനൽ കോളിലേക്കൊന്ന് മടങ്ങി വാ। अपने बुलावट में लौटा। അനേകർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക കേട്ടോ। बहुत सारे लोग हमारे लिए इंतजार कर പക്ഷേ रहे हैं। നീ ലേറ്റ് ആകും തോറും, जितना तू देरी करेगा, നീ ലേറ്റ് ആകും തോറും जितना तू ഇങ്ങനെയാണ് देरी വേദോത്സവം करेगा, പഠിപ്പിക്കുന്നവർ പറയുന്നത്, ऐसे वचन सिखाने वाले कहते हैं, വേദോത്സവം പഠിപ്പിക്കുന്നവർ പറയുന്നത്, वचन सिखाने वाले कहते ഈ हैं, അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തം, अब्राहम को जो दिया वादा, 400 സംവത്സരത്തിന് ശേഷം നിന്റെ സന്തതി അന്യദേശത്തു നിന്ന് തിരിച്ചു വരുമെന്ന്। 400 साल के बाद तेरे संतान को वहां से बाहर പക്ഷെ लाएगा। മോശയുടെ നേതൃത്വത്തിൽ ഡെലിവറൻസ് ഉണ്ടായത് कि मूसा का जो अगुवाई में जो डेलिवरेंस मिला 430 വർഷത്തിന് ശേഷം। 430 साल के അപ്പൊ बाद, ആർക്കാ അബദ്ധം പറ്റിയത്? तो किसको गलती हुआ? ദൈവത്തിന് അബദ്ധം പറ്റിയോ? क्या परमेश्वर को गलती हुआ? വാഗ്ദത്തങ്ങൾ ടാരി ചെയ്യുമോ? क्या क्या वादे है कि आगे बढ़ेंगे? വാഗ്ദത്തങ്ങൾ ഡിലേഡ് ആകുമോ? क्या वादा है, क्या देरी होगा? നല്ലൊരു എക്സാമ്പിളാ। तो एक अच्छा उदाहरण എന്താ है। സംഭവിച്ചെന്നറിയാമോ? क्या हुआ पता है? സംഭവിച്ചത് हुआ ये, ദൈവം ഒരുത്തിനെ തിരഞ്ഞെടുത്തു, परमेश्वर ने को चुना, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവനെ തിരഞ്ഞെടുത്തു, माँ के कोख में उससे चुना, ദൈവം അവനെ സൃഷ്ടിച്ചു, परमेश्वर से सृष्टि किया, ദൈവം അവനെ ഫോം ചെയ്തു, परमेश्वर से रचा, പല വിധത്തിലാ ഫോം ചെയ്തത്, काफी अलग अलग तरीके से रचा, വലിയ ജീവിതാനുഭവങ്ങൾ കൊടുത്തു। बहुत सारे अनुभव दिया। പക്ഷെ 40 വയസ്സായപ്പോ जब वो 40 साल का हुआ, ചെറിയ പ്രോബ്ലം ഉണ്ടായി। एक छोटी समस्या എന്താ हुआ। പ്രോബ്ലം എന്നറിയാമോ? समस्या क्या था? ദൈവത്തിന്റെ പദ്ധതി ഇല്ലാത്ത ചിലത് അവന്റെ ജീവിതത്തിൽ വന്നു। जो परमेश्वर की योजना में नहीं था वो उसके जीवन में आया। മിസ്രയീമിനെ അടിച്ചു കൊന്നവൻ वो मिस्रैम को जिसने मार നല്ല डाला, ആഗ്രഹത്തോടെ ചെയ്തതാ, നല്ല ആഗ്രഹത്തോടെ अच्छी इच्छा से किया, കുഞ്ഞുനാളിലെ കേട്ടിട്ടുണ്ട്, बचपन में सुना है, അമ്മ പറഞ്ഞിട്ടുണ്ട്, माँ ने बोला है, അല്ലേ? അമ്മ പറഞ്ഞിട്ടുണ്ട്, माँ ने बोला है, അമ്മയല്ലേ മോശയെ വളർത്തിയത്? माँ ने मूसा को पाला पोसा। ആണെന്നേ, വചനം അങ്ങനെ वचन इस പറയുന്നു। प्रकार कहता है, ഹല്ലേലൂയ, അവനെ പാലൂട്ടി വളർത്തിയത് അമ്മയാ। उसको दूध दे के पाला पोसा माँ ने, ചെറുപ്പത്തിലെ ചെവി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, उसके कान में बोल के മോനെ दिया, നിന്നെ ഞങ്ങൾ നൈൽ നദിയിൽ എറിയുമ്പോൾ जब तुझे नाइल की नदी में फेंका, ഹല്ലേലൂയ, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഒരു हमें एक इच्छा ഉറപ്പുണ്ട്, था, നീ हमें एक इच्छा था, നഷ്ടപ്പെടത്തില്ലെന്ന്। तू नष्ट नहीं होगा।
എബ്രായ ലേഖനം 11 അധ്യായം പറയുന്നു, इब्रान के 11 इस प्रकार कहते ശിശു हैं സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. कि बच्चा खूबसूरत है, माता पिता ने देखा. രാജാവിന്റെ കോപം ഭയപ്പെടാതെ राजा का क्रोध को ना डरते അവനെ हुए 3 മാസം ഒളിപ്പിച്ചു വെച്ചു. उन्हें 3 महीने छुपा के रखा. രാജാവിന്റെ കോപം ഭയപ്പെടാതെ राजा का क्रोध ആമീൻ को പറഞ്ഞ് भयभीत ना होते हुए സ്വീകരിച്ചട്ടെ. आप आमीन बोल के स्वीकार करें. എതിർക്കുന്ന വാദഗതികൾ ഉണ്ടെങ്കിലും, यदि आपके विरुद्ध में कुछ है നിർത്തത്തില്ലെന്ന് പറയുന്ന ശക്തികൾ ഉണ്ടെങ്കിലും, कि नहीं खड़ा करेगा बोलने वाली ദൈവം शक्तियों के सामने ഉപയോഗിക്കേണ്ട ചിലതിനെ ഒളിപ്പിച്ചു വെക്കുന്ന മാതാപിതാക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. कि विरुद्ध आने वाले शक्ति के बावजूद जिसे परमेश्वर इस्तेमाल करने वाले राजा उसे छुपा के रखने वाले माता पिता को मैं धन्यवाद देते हैं. राजा का क्रोध को जो भयभीत ना होते हुए, അമ്രാമിനും യോക്കേബോദിനും ഭയമില്ലായിരുന്നെന്ന്. अम्राम और योकेबेद को जो डर नहीं था. എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ हर एक बच्चे जब जन्म होते हैं മണിക്കൂറുകൾക്കകം घंटों के अंदर നീല നദിയിലേക്ക്, നൈൽ നദിയിലേക്ക് കുഞ്ഞിനെ എറിയുമ്പോൾ नाइल की नदी में फेंका जाता था. മോശയുടെ അപ്പനും അമ്മയും പറഞ്ഞു, मूसा का माता पिता ने "ഓ, कहा ഇവനെ ഞങ്ങൾ എറിയത്തില്ല, इसे हम फेंकेंगे ഇവനെ नहीं, ഞങ്ങൾ എറിയത്തില്ല." इसे हम फेंकेंगे എന്താ नहीं. കാരണം എന്നറിയാമോ? कारण क्या है? വചനം എഴുതിയിരിക്കുന്നു, वचन ने लिखा है ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. बच्चा खूबसूरत है, माता पिता ने അതിന്റെ देखा. അർത്ഥം എന്താ? उसका अर्थ क्या है? നമ്മൾ ഈ മലയാളത്തിൽ വായിച്ചതല്ല, हमने जो मलयालम पढ़ा वो नहीं. ഹിന്ദിയിൽ എങ്ങനെ അത് എഴുതിയിരിക്കുന്നത്? Hebrew chapter 1, I think that is verse 25. Hallelujah. Hebrew 25 23. Can somebody help what it is written in Hindi? ഹിന്ദിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഹിന്ദി में क्या लिखा है? विश्वासी से मूसा के माता पिता ने हाँ। उसको उपवेश होने के बाद 3 महीने तक छिपा रखा, हाँ। क्योंकि उन्होंने देखा कि बालक सुंदर है. ബാലക് സുന്ദർ ഹേ. राजा ബസ് 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 ബസ്. എങ്ങനെ ഒളിപ്പിച്ചു വെച്ചത്? कैसे छुपा के रखा? വിശ്വാസത്താൽ ഒളിപ്പിച്ചു. कि विश्वास से എല്ലാവരും छुपाया. പറഞ്ഞാട്ടെ, വിശ്വാസത്താൽ ഒളിപ്പിച്ചു. विश्वास से छुपाया. വിശ്വാസത്താൽ ഒളിപ്പിച്ചു. विश्वास से छुपाया. എന്തുകൊണ്ട് വിശ്വാസത്താൽ ഒളിപ്പിച്ചു? किस विश्वास से? ശിശു സുന്ദരനെന്ന് കണ്ടു. बच्चा खूबसूरत है. പക്ഷേ മലയാളം ട്രാൻസ്ലേഷനും ഹിന്ദി ട്രാൻസ്ലേഷനും കുറവുള്ളതാണ് കേട്ടോ. कि मलयालम ट्रांसलेशन हिंदी ट्रांसलेशन की कमी है, അതുകൊണ്ട് നമ്മൾ ഈ പല ട്രാൻസ്ലേഷൻ വെച്ച് പഠിക്കണം എന്ന് इसलिए हम अलग अलग ट्रांसलेशन के साथ पढ़ना ഈ है. കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാക്ക് ഏതാണ്, അതിന്റെ മീനിങ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഒത്തിരി മെത്തേഡ് ഉണ്ട്. कि आजकल के दौर में ओरिजिनल आयत क्या है वो सब पता लगाने का तरीका है. പഴയ കാലത്തെ ദൈവദാസന്മാരെ കട്ടിലും നമ്മൾ ഭാഗ്യമുള്ളവരാ. പഴയ കാലത്തെ पुराना समय का परमेश्वर के दासों से हम भाग्यशाली हैं. ഇങ്ങനെ പഠിക്കാൻ ഒത്തിരി മാർഗമുണ്ട്. ऐसा पढ़ने का बहुत मौका है. അവിടെ ഉപയോഗിക്കുന്ന പദം എന്താണെന്നറിയോ? वहाँ क्या पद उपयोग करते हैं? സുന്ദരൻ എന്നല്ല, वहाँ को बच्चा खूबसूरत പ്രോപ്പർ ചൈൽഡ് എന്നാണ്. सही का बच्चा. പ്രോപ്പർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? प्रॉपर चाइल्ड का अर्थ क्या എന്താ है? പ്രോപ്പർ ചൈൽഡ്? सही बच्चे का अर्थ क्या है? ഇവരുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, इनके अंदर परमेश्वर की ഇതൊരു आत्मा ने कहा സാധാരണ കുഞ്ഞല്ല കേട്ടോ. ये एक साधारण बच्चा नहीं ഇതൊരു है, വിളിയുള്ള കുഞ്ഞാ. ये बुलावट के साथ का ഇവനെ बच्चा കുറിച്ചൊരു है. പദ്ധതിയുണ്ട്. इसके ऊपर एक योजना ഇവനെ है. നൈൽ വിഴുങ്ങേണ്ടതല്ല, इसे इसको नायल को ജനത്തെ निगलना नहीं വിടുവിക്കേണ്ടവനായി है. വരും. ये लोगों को छुड़ाने वाला है. അതുകൊണ്ട് അപ്പനോടും അമ്മയോടും ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ പറഞ്ഞു. इसके माता पिता से परमेश्वर അതുകൊണ്ട് की आत्मा ने ശരീര अंदर कहा. സൗന്ദര്യമല്ല സൂചിപ്പിക്കുന്നത്. वो उसकी खूबसूरती को नहीं बताता है. പിന്നെന്താണെന്നറിയാമോ? क्या? അവന്റെ വിളി എന്താണെന്ന് അപ്പനും അമ്മയും തിരിച്ചറിഞ്ഞു. उसके बुलावट क्या है माता पिता ने जाना. അവൻ വിശ്വാസത്താൽ പറഞ്ഞു, वो विश्वास के ഈ साथ कहा കുഞ്ഞിനെ നൈൽ ഒതുക്കത്തില്ലെന്ന്. इस बच्चे को नाइल में खोने नहीं देगा. ഹല്ലേലൂയ. हालेलुया. വിശ്വാസത്താൽ विश्वास के साथ ഒളിപ്പിച്ചു വെച്ചെന്ന്. छुपा के रखा. ഹല്ലേലൂയ. 3 മാസം ഒളിപ്പിച്ചു വെച്ചു. 3 महीना छुपा के रखा. പിന്നെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയില്ല. फिर छुपा के नहीं रख पाया. കാരണം കുഞ്ഞു വളർന്നു. बच्चा बड़ा हुआ. ഈ ചില വേദോസം പഠിപ്പിക്കുന്നവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, वचन सिखाने वाले इस प्रकार മോശെ कहता है വിക്കനായിരുന്നെന്ന്. मूसा जो है अतलाता था. ഈ വീക്കുണ്ടാകാനുള്ള കാരണം वो എന്താണെന്ന് हकलाने का कारण क्या था? 3 മാസം पहला 3 महीना കുഞ്ഞിനെ കരയാൻ സമ്മതിക്കത്തില്ലായിരുന്നു. बच्चों को रोने नहीं देता था कि रोएगा तो उसका मुंह എന്തിനു बंद कर വാവത്തും? देता। क्यों? പുറകിൽ വെളിയിൽ മുന്നിൽ അപ്പുറം ഇപ്പുറം പട്ടാളക്കാർ നടക്കുന്നുണ്ട്. कि आगे पीछे चारों बाजू सेने നിന്റെ लोग हैं. വീട്ടിന്റെ അകത്തുനിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഉയർന്നാൽ अगर घर के अंदर से एक बच्चे का കാലി रोने का आवाज പിടിച്ച് आए, വലിച്ച് നൈലിലേക്ക് എറിയാൻ ആള് നിപ്പുണ്ട്. उन्हें पकड़ के खींच के नाल में फेंकने के लिए लोग हैं. അബ്രഹാം യോക്കേബോധം പറഞ്ഞു, ഇല്ല സമ്മതിക്കത്തില്ല. तो उन्होंने बोले ये होने नहीं दूंगा. ചില വേദശാസ്ത്രികൾ പറയുന്നത് कुछ पंडित लोग इस प्रकार 3 कहते हैं മാസം വാവത്തിയത് കൊണ്ട് കരയാൻ സമ്മതിക്കാഞ്ഞത് കൊണ്ട്. कि 3 महीने उसका मुंह हालेलुया. छुपा के रखा, बंद करके रखा, रोने नहीं दिया. Are you listening me? क्या आप मुझे सुन रहे हैं?
മോശയുടെ വോക്കൽ കോഡിനൊക്കെ പ്രശ്നം ഉണ്ടായെന്നാ പറയുന്നത്. उसका वोकल कॉर्ड को दिक्कत हुआ, അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. ऐसे कहने वाले हैं. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ लेकिन 3 महीने के बाद അവർക്ക് മനസ്സിലായി उन्हें पता चला ഇനി ഒളിപ്പിക്കാൻ പറ്റത്തില്ല. अब छुपा नहीं सकता. കരച്ചിൽ കുറച്ചുകൂടി ശബ്ദം ഉയർത്തി അവൻ കരയാൻ തുടങ്ങി. अभी और जोर से रोने लगा. അയൽവക്കത്തുകാരൊക്കെ പറയാൻ തുടങ്ങി, आजू बाजू वाले രാജാവിന്റെ കോപം ഭയപ്പെടാതെ ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. कि राजा का गुस्से को ना डरते When हुए the छुपा कर रखा है. news is getting spread, hallelujah. जब वो समाचार फैलने लगा, അവര് പറഞ്ഞു, उन्होंने कहा എന്നാലും ഞങ്ങൾ ഇവനെ എറിയത്തില്ല കേട്ടോ. फिर भी हम इसे फेंकेगा വചനം नहीं. പറയുന്നു, वचन कहता है വിശ്വാസത്താൽ विश्वास से അവരൊരു പെട്ടകം പണിതു. उन्होंने संदूक बनाया. എല്ലാവരും പറഞ്ഞാട്ടെ വിശ്വാസത്താൽ. मुंह खोल के बोले विश्वास से. विश्वासताल. विश्वास से. വിശ്വാസത്താൽ. Can somebody shout? क्या आप कह सकते हैं विश्वास से? വിശ്വാസത്താൽ विश्वास से അവനൊരു പെട്ടകം പണിതു. उन्होंने संदूक बनाया. तालियां बजाकर प्रभु को धन्यवाद दीजिए. काय गट्टी को देव धन्यवाद. हालेलुया. വചനം പറഞ്ഞു വിശ്വാസത്താൽ वचन बोलते विश्वास के നോഹ साथ ഒരു പെട്ടകം പണിതെന്ന്. नोहा ने एक संदूक बनाया. അതിലൂടെ ആ കുടുംബം രക്ഷ പ്രാപിച്ചെന്ന്. उसके द्वारा कुटुंब उद्धार पाया. എന്നാൽ ഹല്ലേലൂയ അങ്കിൾ ഇങ്ങോട്ട് വരാം കേട്ടോ. ഇവിടെ സ്ഥലമുണ്ട്, ചെയറുണ്ട്. ഹല്ലേലൂയ. You can come forward. ഹല്ലേലൂയ. हालेलुया. വിശ്വാസത്താൽ ഒരു പെട്ടകം പണിതെന്ന്. विश्वास के साथ एक संदूक हालेलुया. एक नाव बनाया. നോഹ नोहा, നിങ്ങൾക്കറിയാമോ, आपको पता है മോശ मूसा വിശ്വാസത്താൽ विश्वास के साथ മോശയുടെ അപ്പനും അമ്മയും മോശയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിതു. कि मूसा के लिए उसके माता पिता ने एक संदूक बनाया. ഒരു കുഞ്ഞു പേടകമാണ്. ये छोटा सा है. കീല് തേച്ചെന്ന കേട്ടോ. അകത്തും പുറത്തും കീല് തേച്ചെന്ന. अंदर बाहर उन्होंने पेस्ट लगाया है. ഹല്ലേലൂയ. കീലെന്ന് പറയുമ്പോൾ നമ്മുടെ ടാറാണെന്ന് എനിക്ക് തോന്നുന്നു. ടാമർ പോലെ തന്നെ. डामर लगाया है. ടാമർ, അത് പരട്ടിന്ന് എന്തിനാ? क्यों लगाया? വെള്ളം അകത്ത് കയറരുത്. कि पानी अंदर नहीं जाना है. മക്കളെ, അകത്തും പുറത്തും കീല് തേച്ച ഒരു പെട്ടകമുണ്ടെങ്കിൽ, ये अंदर बाहर डामर लगाया हुआ एक संदूक है तो നോഹയുടെ പെട്ടകം മാത്രമല്ല, कि नोहा का जहाज ही नहीं, മോശക്കുഞ്ഞിനെ കടത്തി കൊച്ചു പെട്ടകവും മുങ്ങിയില്ല കേട്ടോ. कि मूसा जिसमें था वो भी डूबा नहीं. आमीन. ഇതിനെ ഈ അകത്തും പുറത്തും കീല് തേക്കേണ്ടത്. क्यों अंदर बाहर डामर लगाना है? മക്കളത് വേർപാടിനെ കാണിക്കുന്നതാ. वो एक अलगपना को दिखाता है അകത്തെ വെള്ളം അല്ല പുറത്തെ വെള്ളം അകത്തോട്ട് കയറരുതെന്ന്. कि बाहर का पानी अंदर नहीं जाना है. ലോകത്തിന്റേതൊന്നും ഇങ്ങോട്ട് കയറരുത്. दुनिया का कुछ भी हमारे में नहीं आना है. നിന്നാൽ ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. अगर नहीं घुसे तो कोई भी शक्ति तुझे नाश नहीं कर सकते. കളയാൻ പറ്റത്തില്ല. कोई भी तुझे डुबा नहीं सकता. ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथों को उठा के परमेश्वर धन्यवाद दे. വിശ്വാസത്താൽ പെട്ടകം പണിതു. विश्वास से संदूक बनाया. അവർക്കറിയാം क्योंकि वो जानते ഇത് हैं എറിഞ്ഞു കളയേണ്ട കുഞ്ഞല്ല. ये इसे फेंकने वाला बच्चा नहीं എറിഞ്ഞു है. കളയേണ്ട കുഞ്ഞല്ല. इसे फेंकना नहीं ദൈവത്തിന്റെ है. പദ്ധതിയുള്ള കുഞ്ഞാണ്. परमेश्वर की योजना है അത് इसमें. കഴിഞ്ഞിട്ട് മിരിയാം പോയി കാവൽ നിൽക്കുക കേട്ടോ. उसके बाद मरियम दूर से देख വചനം रहे എന്താ हैं. പറയുന്നതെന്ന് അറിയാമോ? वचन क्या कहता है? വചനം പറയുന്നു, वचन कहता है മിരിയാം ദൂരത്ത് നിന്ന് ശിശുവിന് എന്ത് ഭവിക്കുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. मरियम जो है दूर से देख रहे बच्चे को क्या ഞാൻ होगा. അതിനകത്ത് ഒരു വിശ്വാസം കാണുകയാണ്. उसके अंदर में एक विश्वास എന്താ देख रहे വിശ്വാസം हैं. എന്നറിയാമോ? क्या विश्वास? മിരിയാമിന് അറിയാം मिरियम को पता ദൈവം है എന്തെങ്കിലും ചെയ്യുമെന്ന്. परमेश्वर कुछ ആമീൻ करेगा. പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. आमीन बोल के ഒരു स्वीकार करे. സാധ്യതയുമില്ലാത്തടത്ത് जहाँ कोई भी നിനക്ക് संभव नहीं പറയാൻ है. പറ്റുമോ? क्या तुझे कह എല്ലാം सकते हैं? തീർന്നിട്ടില്ല. सब समाप्त नहीं എല്ലാം हुआ. അവസാനിച്ചിട്ടില്ല. सब समाप्त नहीं हुआ. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇനിയും സമയമുണ്ടെന്ന്. परमेश्वर को कार्य करने का अभी और ദൈവം समय है. എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന്. परमेश्वर कुछ ना कुछ तो करेगा. എന്റെ സഹോദരന് വേണ്ടി, मेरे भाई के लिए, എന്റെ അനുജന് വേണ്ടി मेरे भाई के लिए ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന്. परमेश्वर कुछ तो എന്താ करेगा. കാരണം? कारण क्या है? അവനെ കുറിച്ചൊരു ദൈവ പദ്ധതിയുണ്ട്. उसके बारे में परमेश्वर की योजना है. അവന്റെ മേലൊരു വിളിയുണ്ട്. उसके ऊपर एक बुलावट है. പിന്നുള്ളതെല്ലാം ചരിത്രമാ കേട്ടോ. बाकी सब तो इतिहास है. മോശയുടെ അമ്മ തന്നെ അവനെ വളർത്തിയപ്പോൾ मूसा के माँ ने जब उसे നിശ്ചയമായിട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. उसको बताया ഇസ്രായേൽ ഫറവോന്റെ വീട്ടിലാണ് വളരുന്നതെങ്കിലും तू भले फरोन के घर में बड़े हो रहे നീ हैं, എന്റെ മോനാ. तू मेरा बेटा है. ഹല്ലേലൂയ. നീ ഹീബ്രു ഇബ്രാനിയനാ. तू हिब्रू है, इब्राहिम है. നിന്നെ ഒരിക്കൽ കർത്താവ് ഉപയോഗിക്കും. तुझे परमेश्वर इस्तेमाल നിന്നെ करेगा. ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് എന്തിനാണെന്നറിയാമോ? तुझे हमने छुपा के क्यों നിന്നെ रखा? ഞങ്ങൾ എല്ലാവരും എറിഞ്ഞതുപോലെ വെള്ളത്തിൽ എറിയാഞ്ഞത് എന്താണെന്നറിയാമോ? तुझे क्यों नहीं फेंका बाकी लोगों के നിനക്ക് വേണ്ടി समान? ഞങ്ങൾ പെട്ടകം ഉണ്ടാക്കിയത് എന്താണെന്നറിയാമോ? तेरे लिए क्यों संदूक बनाया? മിരിയാം നിനക്ക് കാവൽ നിന്നത് मरियम എന്താണെന്നറിയാമോ? तेरे लिए रखवाली क्यों ഓ, किया? ചിലരെ നോക്കി ദൈവാത്മ പറയാ, कुछ लोगों को देखे परमेश्वर നിന്റെ क्या कहता है? സഹോദരന് നീ കാവൽക്കാരനാകാൻ, तेरा भाई के लिए तू रखवाला कर. നിന്റെ സഹോദര വർഗത്തിന് നീ കാവൽക്കാരനാകാൻ. तेरे भाइयों के लिए तू रखवाली कर. അജമാനർമ ശക വിഷുബദൽ ലേദൽ ഖടർ ശതുന
അജൽ താലബം ശൽഖമന. വിളിയുള്ള ചിലതിന് നീ കാവൽക്കാരനാകാൻ. जो बुलावट है उसके लिए तू रखवाली कर. നിന്റെ കുടുംബത്തിൽ ഒരെണ്ണത്തിന് വിളിയുണ്ടെന്ന് നിനക്ക് ബോധ്യമായാൽ, अगर तेरे घर में एक को बुलावट है तुझे पता चला, ഇനീഷ്യൽ സ്റ്റേജിൽ നീ കാവൽ നിന്നോണം കേട്ടോ. उसके शुरुआत में तुझे रखवाली करना है. പിശാച് തകർക്കാതെ കാവൽ നിന്നോണം കേട്ടോ. शैतान को नाश नहीं कर देने അവൻ करना है. വളർന്നു വരുന്നിടം വരെ, वो जब तक बड़ा नहीं അവൻ होता, ശുശ്രൂഷയുടെ മെച്ചൂരിറ്റിയിൽ എത്തുന്നിടം വരെ, वो सेवकाई की मैच्योरिटी അതല്ല റംശൽ ശത്രു തകർക്കാതെ शत्रु नाश ना कर കാവൽ सके, നിൽക്കുവാൻ उसे रखवाली कर. ഹദൽ പംശ ദൈവാത്മാ പറയുക. परमेश्वर की आत्मा कहता है, അമ്മ മോശയോട് പറഞ്ഞു കൊടുക്കുക, माँ ने मूसा से कहा, നിന്റെ സഹോദരി നിനക്ക് കാവൽ നിന്ന് കേട്ടോ. तेरी बहन ने तेरी रखवाली किया. എന്തിനാ കാവൽ നിന്നത്? क्यों रखवाली किया? മിരിയാം പറയുക, मिरियम कह रहा എന്റെ है, ആങ്ങളെ കുറിച്ചൊരു ദൈവ പദ്ധതിയുണ്ട്. मेरे भाई के ऊपर परमेश्वर की योजना है. ഹല്ലേലൂയ. हालेलुया. മറക്കരുത് സഭേ, भूलना नहीं कलीसिया, നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. तेरा भाई का तू रखवाला है. ഉൽപ്പത്തികളുടെ പുസ്തകത്തിൽ उत्पत्ति की किताब में ദൈവ മനുഷ്യനോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. परमेश्वर ने इंसान से पूछा कुछ सवाल है. വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം മനുഷ്യ നീ എവിടെ എന്നായിരുന്നു. कि पहला सवाल है ताकि इंसान तू कहाँ पे ഒന്നാമത്തെ है. ചോദ്യം पहला सवाल, മനുഷ്യ നീ എവിടെ. इंसान तू ഇന്നും कहाँ पे है. ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് आज भी കേട്ടോ. परमेश्वर पूछता നീ है, എവിടെയാ? तू कहाँ है. ഞാൻ നിന്നെ ആക്കിയെടുത്ത് നിന്നെ കാണാനില്ല. जहाँ तुझे मैंने रखा है वहाँ तुझे नहीं दिख रहे. hallelujah, I have placed you somewhere. मैंने तुझे कहीं पे रखा है, പക്ഷെ നീ ഇന്ന് അവിടെ ഇല്ല. लेकिन तू आज वहाँ You नहीं are है. hiding somewhere. तू कहाँ तो छुपा നീ हुआ എവിടെയോ है. ഒളിച്ചിരിക്കുകയാണ്. तू कहाँ तो छुप के നീ बैठा है. പത്തനാരാമിൽ तू ഒളിച്ചിരിക്കുകയാണ്. पतहरा में छुप നീ के बैठा है. മിദ്യാനിൽ तू ഒളിച്ചിരിക്കുകയാണ്. मिद्यान में छुप के You बैठा है. have to come back. तुझे लौट आना है. കേൾക്കുന്നുണ്ടോ? क्या तुम सुन रहे हो? Thank you Holy Spirit. ചിലരെ നോക്കി പരിശുദ്ധാത്മാവോടെ നീ തിരിച്ചു വരാൻ. कुछ लोगों को देख के पवित्र आत्मा बोल के तू നീ लौट आ. മടങ്ങി വരാൻ പരിശുദ്ധാത്മാ तू പറയും. लौट आने को पवित्र आत्मा कहता है. മനുഷ്യ നീ എവിടെ? इंसान तू कहाँ है. നിന്നെ എവിടെ ആക്കിയത്? तुझे कहाँ रखा है. തോട്ടത്തിൽ. बगीचे में. എന്തിനാ ആക്കിയത്? क्यों रखा है. വേല ചെയ്യാൻ. काम करने के लिए. എന്തിനാ ആക്കിയത്? क्यों कर रखा है. തോട്ടം സൂക്ഷിക്കാൻ. बगीचे को संभालने के लिए. പക്ഷെ നീ ഇത് ഒന്നും ചെയ്യുന്നില്ല. पर तू कुछ नहीं कर रही നീ है. ഇപ്പൊ എന്താ ചെയ്യുന്നത്? तू अभी क्या कर रहे है. നീ അത്തിയല ഉണ്ടാക്കുന്നു. നീ ഭയങ്കര ബിസിയാ. तू बहुत व्यस्त है. രാവിലെ തൊട്ട് അത്തിയല തുന്നിക്കൊണ്ടിരിക്കുക. सुबह से तू ആരെ? फिग का लीफ को बना रहा है. ആദവും ഹവ്വയും കൂടെ आधा हवा അത്തിയലയും കൊണ്ട് ഒരു ഡ്രസ് ഉണ്ടാക്കുക. अंजीर के पत्ते से एक कपड़ा बना रहा है. കുറച്ച് കഴിഞ്ഞപ്പം कुछ समय के बाद ഈ വെയിലടിച്ചു കഴിഞ്ഞപ്പം जब धूप आया ഇതെല്ലാം അങ്ങ് ചുരുണ്ടു. वो पूरा सूख गया. ഇല ഉണങ്ങിപ്പോയി. वो पूरा सूख गया. ആദ്യം ഉണ്ടാക്കിയിട്ടപ്പോ നല്ല സൂപ്പർ ഡ്രസ് ആയിരുന്നു. जब पहले बना तो बहुत अच्छा वस्त्र था. വെയിലടിച്ചപ്പോൾ അത് ഉണങ്ങിപ്പോയി. जब धूप आया तो सूख गया. ആദം ബിസിയാ, ഹവ ബിസിയാ. आदम और हवा बहुत व्यस्त है. ദൈവം ഏൽപ്പിക്കാത്തതിൽ ബിസിയാ. जो परमेश्वर ने सौंपा नहीं उसमें व्यस्त है. അവരുടേതാകുന്ന ജസ്റ്റിഫിക്കേഷന്റെ വർക്കിൽ അല്ലെങ്കിൽ ആ പ്രവൃത്തികളിൽ അവർ ബിസിയാ. अपने आप को सही ठहराने में व्यस्त है. ദൈവം ചോദിച്ചു, മനുഷ്യ നീ എവിടെ? परमेश्वर पूछा, इंसान तू നീ कहाँ മടങ്ങി पे है. വരണം കേട്ടോ. तुझे लौट आना है. ദിവസത്തിലെ അടുത്തൊരു ചോദ്യം. उसका दूसरा जो सवाल परमेश्वर वचन ആദമിന്റെ में മൂത്ത മോൻ കയീനെ വിളിച്ചിട്ട് ദൈവം ചോദിച്ചു, कि आदम का बड़ा बेटा कैन को बुला के पूछा, കയീനെ നിന്റെ സഹോദരൻ എവിടെ? कैन तेरा भाई किधर है. കയീൻ പെട്ടെന്ന് എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? कैन ने फटक से उत्तर क्या दिया. ഞാൻ എന്താ കർത്താവേ അവന്റെ കാവൽക്കാരനാണ്. मैं क्या उसका रखवाला हूँ. ഹാലലൂയ, സത്യം പറഞ്ഞത്. वो सही बोला. നീ അവന്റെ കാവൽക്കാരനാണ്. तू उसका रखवाला है. നീ അവന്റെ കാവൽക്കാരനാണ്. तू उसका रखवाला है. സഹോദര സഹോദരി, भाई ഹാലലൂയ, बहनों, നാം നമ്മുടെ സഹോദര വർഗത്തിന്റെ हम കാവൽക്കാരനാണ് एक കേട്ടോ. अपने भाइयों का മിരിയാമേ നീ रखवाला है. കാവൽക്കാരിയാണ്. मरियम तू का നാളെ रखवाली നിനക്ക് है. പ്രവചിക്കണമെങ്കിൽ, अगर कल तुझे भविष्यवाणी देना നാളെ है, ജനത്തിന് വിടുതൽ കണ്ട് തപ്പെടുത്ത് നിനക്ക് പാടണമെങ്കിൽ, अगर कल लोगों का छुटकारा देख के तुझे गीत നാളെ गाना है, നിനക്ക് വർഷിപ്പ് ലീഡറായി നിൽക്കണമെങ്കിൽ, अगर कल तुझे वर्शिप लीडर बन के Are खड़ा you रहना listening है. me? क्या तू सुन रहा നാളെ है. നിന്റെ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ, कल तेरी सेवकाई प्रकट ഇന്ന് होना നീ है तो മോശയ്ക്ക് കാവൽ നിന്നേ പറ്റത്തുള്ളൂ. आज तुझे मूसा का रखवाली करना है. ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ അറിയത്തില്ല കേട്ടോ. बहुत सारे लोगों को ये व्यवस्था नहीं पता. നിങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷയിൽ വളരാൻ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ, अगर तू दूसरों को सेवकाई में बढ़ने को मौका देगा तो അവരെ ही, ശുശ്രൂഷയിൽ വളർത്തിയെങ്കിൽ മാത്രമേ उन्हें तू सेवकाई में बढ़ाएगा तो ही നിങ്ങളുടെ ശുശ്രൂഷയുടെ വഴികൾ തുറക്കത്തുള്ളൂ. तुम्हारे सेवकाई के मार्ग खुलेंगे. ഇത് നമ്മൾ മനസ്സിലാക്കണം. ये हमें നിങ്ങൾ समझना है. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങുക. हम दूसरों लोगों को एनकरेज Be an करना है. encourager. हमें दूसरों को एनकरेज करना Be है. a watchman. Hallelujah. हमें दूसरों का रखवाली करना For है. your brother. Hallelujah. अपने भाइयों के लिए. നിന്റെ സഹോദരൻ നീ കാവൽക്കാരനായിരിക്കെ. हमारे भाइयों का हमें रखवाली നീ करना है. അറിയാതെ ഒരു ദിവസം നീ പാടാൻ തുടങ്ങും. तू ना जानते हुए एक दिन तू गीत നീ गाने लगेगा. പ്രവാചകിമാരുടെ ഗണത്തിൽ എണ്ണപ്പെടാൻ
തുടങ്ങും. तू भविष्यवक्ताओं के में तुझे गिना जाएगा. ഹലോ, ശുശ്രൂഷ വളരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? कोई है जो सेवकाई बढ़ना चाहता है? മറ്റുള്ളവരെ ശുശ്രൂഷയ്ക്ക് തള്ളിക്കയറ്റി വിട. दूसरों को सेवकाई में आगे बढ़ा. അവരെ എൻകറേജ് ചെയ്യേ. उनको एनकरेज അവരെ कर. എൻകറേജ് ചെയ്യേ. उन्हें एनकरेज കാലവംശാൽക്കവർ ഒരു ദിവസം एक दिन സ്വർഗ്ഗം നിന്നെ എല്ലാവർക്കും മുമ്പിൽ കൊണ്ട് നിർത്തുമെന്ന്. स्वर्ग तुझे एक दिन सबसे आगे खड़ा സ്വർഗ്ഗം करेगा. നിന്നെ ഉപയോഗിക്കുമെന്ന്. स्वर्ग तुझे उपयोग करेगा. ഞാൻ ഒരു സബ്ജക്ട് വിട്ടുപോകാന്നൊക്കെ തോന്നുന്നു, പക്ഷെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. मुझे ऐसा लगता है मैं सब्जेक्ट छोड़ के जाने लेकिन पवित्र आत्मा वाणी दे रहे हैं. ഹല്ലേലൂയ. हालेलुया. മോശയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ അറിയാം मूसा के अंदर ही अंदर അവൻ पता है ആരാണ്, वो कौन है, അവന്റെ വിളി എന്താണ്, उसका बुलावट क्या है, അവൻ അത് അറിയാം. वो जानता है. അതുകൊണ്ട് മോശ അല്പം എടുത്തിയാട്ടം ചെയ്തു. तो मूसा ने क्या जल्दबाजी ദൈവത്തിന്റെ किया. സമയത്തിന് കാത്തിരിക്കാതെ परमेश्वर समय के लिए ना इंतजार करते हुए 40 വയസ്സിൽ जब 40 का हुआ എന്ത് ചെയ്തെന്നറിയാമോ? उसने क्या किया? ഒരു മിസ്രൈമിനെ അങ്ങ് അടിച്ചു കൊന്നു. एक मिस्री को मार डाला ജനത്തിന് ഉദ്ധാരകനാകാനുള്ളവനല്ലയോ? कि उसको लोगों को छुड़ाना അകത്ത് है. ഭയങ്കരമായിട്ട് അങ്ങ് സ്പിരിറ്റ്, ഹല്ലേലൂയ, എന്റെ ഇബ്രാഹിമിയർ, എന്റെ ജാതിക്കാർ കഷ്ടപ്പെടുന്നു. मेरे जाति लोग कष्ट उठा रहे हो. ദൈവത്തിന്റെ വിളി കേട്ടിട്ടൊന്നുമല്ല, परमेश्वर का बुलावट सुन के नहीं, ഭയങ്കര സ്പീഡിൽ കുറെ കാര്യങ്ങൾ അങ്ങ് ചെയ്തു. बहुत जल्दी जल्दी बहुत सारी चीजें നമ്മുടെ किया. സ്പീഡ് അല്ല കാര്യം, हमारा तेजी नहीं है काम, ദൈവത്തിന്റെ ടൈമിംഗ് ആണ്. परमेश्वर का समय है. Turn to your neighbor and say, पड़ोसी में जो बैठे उसको നമ്മുടെ मुड़ के बोलो, സ്പീഡിലൊന്നും കാര്യമില്ല, हमारा तेजी से कुछ नहीं നമ്മുടെ होगा, ഓട്ടത്തിലും ചാട്ടത്തിലും ഒന്നും കാര്യമില്ല. हमारा दौड़ने में कूदने में कुछ नहीं होगा. ടൈമിംഗ്. आमीन आमीन. परमेश्वर का समय है. കഴിഞ്ഞ ദിവസം ദൈവാത്മാ എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. पिछले हफ्ते परमेश्वर की आत्मा जो सिखा रहा हूं मैं आपको कहता हूं, God, ദൈവം എല്ലാ ജനറേഷനു വേണ്ടി ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കും. परमेश्वर हर पीढ़ी के लिए किसी न किसी को उपयोग करता है. നമ്മളെക്കാട്ടിലൊക്കെ പ്രായം കുറഞ്ഞവർ പണ്ട് മുതലേ ശക്തമായി ഉപയോഗിക്കപ്പെട്ടവർ कि हमसे भी जो उम्र कम है जो पहले से सामर्थ्य से उपयोग किया, അവരെന്താ ഉപയോഗിക്കപ്പെട്ടതെന്ന് അറിയാമോ? क्यों उन्हें इस्तेमाल हुआ? ദൈവം അവരെ ആ സീസണിലേക്ക് വെച്ചിരിക്കുക. परमेश्वर ने उस सीजन के लिए रखा. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു. परमेश्वर ने एक बात എന്താ सिखाया. പഠിപ്പിച്ചെന്ന് അറിയാമോ? क्या सिखाया? ദൈവം അടുത്ത സീസണിലേക്ക് എന്നെ നിങ്ങളെ വെച്ചേക്കുന്നത്. कि परमेश्वर ने अगले सीजन के लिए मुझे और आपको रखा है. ദൈവത്തിന്റെ ടൈമിംഗിൽ परमेश्वर के समय में അടുത്ത സീസണ് വേണ്ടി, अगले सीजन में അടുത്ത സീസണ് വേണ്ടി अगले सीजन में ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കുമെന്ന്. कि परमेश्वर हमें सौंपेगा. ആ ഒരു ജനറേഷൻ മാറുമ്പോൾ वो जब पीढ़ी बदलेगा അടുത്ത സീസണിന് വേണ്ടി ദൈവം ചിലരെ ഉപയോഗിക്കുമെന്ന്. कि अगला सीजन के लिए परमेश्वर कुछ लोग इस्तेमाल करेगा. ദൈവത്തിന്റെ ടൈമിംഗ് കറക്റ്റ്. परमेश्वर का समय सही है. നമ്മുടെ സ്പീഡ് അല്ല, हमारा तेजी नहीं, ദൈവത്തിന്റെ ടൈമിംഗ്. परमेश्वर का ആമീൻ समय. പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. आमीन बोल के നമ്മൾ स्वीकार करें. സ്പീഡിൽ ഓടിയത് കൊണ്ട്, हम तेज भागा बोल के, നമ്മൾ രോഷം കണ്ടത് കൊണ്ട്, हमने झील आया बोल के, നമ്മൾ enthusiastic ആയതുകൊണ്ട് हम बहुत जोशीला हो के, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കത്തില്ല. परमेश्वर कार्य नहीं होगा. Wait for God's timing. इंतजार करो परमेश्वर के അതായിരുന്നു समय के മോശ लिए. ചെയ്ത മിസ്റ്റേക്ക്. वो था मूसा का गलती. അവൻ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്തു. वो जल्दबाजी में काम അതുകൊണ്ട് किया, അവന്റെ മിഷൻ ഫീൽഡിൽ നിന്ന് അവൻ ഓടിപ്പോണ്ട് വന്നു. इसलिए वो मिशन फील्ड से भाग You गया. know what was God's plan, I think. Hallelujah. मुझे इस प्रकार लगता है ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് അറിയാമോ? परमेश्वर की योजना क्या था. വേദപുസ്തകത്തിന് ഒത്തിരി എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. परमेश्वर का उस बात में एग्जांपल God's है. promise can be delayed. Hallelujah. ദൈവത്തിന്റെ പ്രോമിസ് ചിലപ്പോൾ താമസിക്കും. परमेश्वर की जो योजना है कभी देरी होता है. ഇവിടെ ഏതാ സംഭവിച്ചത്? यहाँ यही हुआ. ഞാൻ ചിന്തിക്കുന്നു, मैं सोचता हूँ മോശയെ ദൈവം ശരിക്കും ഉപയോഗിക്കാൻ ആഗ്രഹിച്ചത് कि परमेश्वर ने जो मूसा को इस्तेमाल മോശയുടെ करना चाहा, 50-ാമത്തെ വയസ്സിലാ. उसके 50 के उम्र में है. 400 വർഷം തികയുന്ന വർഷം, वो 400 साल पूरा होते हैं വാഗ്ദത്തമുള്ള വർഷം. कि छुटकारा का समय है. പക്ഷെ വിടുവിക്കേണ്ടവൻ ഇപ്പൊ എവിടെയാ? अभी छुड़ाने वाला कहाँ है? വിടുവിക്കേണ്ടവൻ ഇപ്പൊ ആടിനെ തീറ്റി നടക്കുക. अभी जो छुड़ाने वाला भेड़ों के पीछे है. ഡെലിവറർ എവിടെയാ? परमेश्वर കർത്താവ് വലിച്ചെടുത്തവൻ എവിടെയാ? परमेश्वर खींच के लिया कौन कहाँ पे है? എനിക്ക് തോന്നുന്നു मुझे इस प्रकार लगते ഈ हैं യഹൂദന്മാരുടെ ഇടയിലെ ഈ കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറിയ ഏജിൽ തന്നെ പേരിടും കേട്ടോ. कि यहूदियों के बीच में बच्चों को बहुत कम उम्र में नाम डालते हैं. ശരിയല്ലേ? 8ാം നാളിൽ പരിച്ഛേദന ഏൽക്കുന്നൊക്കെ അല്ലേ? 8वें दिन कटनी होता है. അങ്ങനെ 8ാം നാളിൽ പരിച്ഛേദന ഏൽക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു മീറ്റിംഗിൽ പറഞ്ഞതാ. ഈ പരിച്ഛേദന നമുക്കറിയാം, യേശു കർത്താവിന്റെ പരിച്ഛേദനയ്ക്ക് 8ാം നാളിൽ അമ്മയും അപ്പനും സ്ട്രിക്റ്റ് ആയിട്ട് ആലയത്തിൽ വന്നു അല്ലേ? कि हम जानते हैं यीशु मसीह के समय माता पिता 8वें दिन स्ट्रिक्टली आया. ഹല്ലേലൂയ. ബേത്ലഹേമിൽ നിന്ന് വന്നു. बेथलेहम से आया. ഡെലിവറി കഴിഞ്ഞിട്ട് 8 ദിവസമേ ഉള്ളൂ. डिलीवरी होके 8 ही दिन हुआ, എന്നിട്ടും നടന്നു വന്നു. फिर भी चल के आया. എന്താ കാരണം എന്നറിയോ? कारण क्या है? നമ്മുടെ സഹോദരിമാര് ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് പരിരക്ഷ കൊടുക്കുന്നത്? हमारा बहनों का डिलीवरी हम उन्हें कितना संभालता है. 56. ഹല്ലേലൂയ. ആ പഴയ ജനറേഷൻ ഇതൊക്കെ അറിയാമായിരുന്നു. ഹല്ലേലൂയ. ആ സമയമൊക്കെ ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? ഹല്ലേലൂയ. ആളുകളെ വെളിയിലൊക്കെ വിടത്തുള്ളൂ അല്ലേ? एक समय के बाद ही लोगों को बाहर निकालते हैं. എന്താ കാരണം എന്നറിയോ? कारण क्या है? റിലീജിയൻ പറഞ്ഞിരിക്കും 8ാം ദിവസം പരിച്ഛേദന കേൾക്കണം. धर्म कहते हैं 8वां दिन करना है. അപ്പൊ
യഹൂദന്മാരുടെ സിസ്റ്റം ഒക്കെ അങ്ങനെ. यहूदियों का सिस्टम ऐसा था. ഞാൻ ഒരു വലിയ ആത്മീക മർമ്മം പറയാൻ വരും. मैं एक आत्मिक अर्थ बताता हूँ. ഹല്ലേലൂയ. അപ്പനും അമ്മയും സ്വാഭാവികമായിട്ട് माता पिता आया ഈ ആദ്യത്തെ 3 മാസത്തിനിടയിൽ पहला 3 महीने के अंदर ഒരു പേര് മോശയ്ക്ക് ഇട്ടിട്ടുണ്ട്. मूसा के एक नाम डाला है. डाला है. ഇനി ഒഫീഷ്യലി പേരിട്ടില്ലെങ്കിലും भले ऑफिशियली ना डाले, വിളിക്കുന്ന ചെല്ല പേരുകളുണ്ട് അല്ലേ? कि बुलाने वाला प्यार का नाम പ്രിയമുള്ളവരെ, डाला है कि नहीं? ആ പേരെന്തുവാ? वो नाम क्या था? പ്രശ്നമായി പോയല്ലോ. ആ പേരെന്തുവായിരിക്കും? वो नाम क्या होगा? എനിക്കറിയത്തില്ല കേട്ടോ, വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. वचन में नहीं लिखा है. ഞാൻ അങ്ങ് ഊഹിക്കുക. मैं ऐसे सोच रहे ഈ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് സുന്ദരാന്നായിരിക്കും പേരിട്ടത്. नाम सब देखे അങ്ങനല്ലേ നമ്മള് പേരിടുന്നത്? उस प्रकार हम नाम ഈ डालते हैं കൊച്ചിലെ കുഞ്ഞ് ഭയങ്കര സുന്ദരനായിരുന്നു. कि बचपन में बच्चा बहुत खूबसूरत था, അപ്പൊ സുന്ദരൻ എന്ന് പേരിട്ടു. तो उसको सुंदरन नाम डाला. കളറും പോയി, എല്ലാം പോയി. ആളുകൾ ഇപ്പോഴും പുള്ളിയെ സുന്ദരാന്നാ വിളിക്കുന്നത്. बड़ा हुआ तो उसका रंग सब उतर गया, लेकिन अभी लोग उसको खूबसूरत बुलाता है. നമ്മളിടുന്ന പേരുകളുണ്ട്. മലയാളത്തിലൊരു പേരാ സുകേശിനി അല്ലേ? സുകേശിനി. मलयालम में एक नाम है सुकेशनी. കേശം എന്ന് പറഞ്ഞെന്താ? केश जो बोलता है बाल. ജനിച്ചപ്പോ ഭയങ്കര മുടിയായിരുന്നു. जब जन्म लिया तो बहुत अच्छा बाल था, പേരിട്ടു സുകേശിനി എന്ന്. तो उसका नाम डाला ഒരു सुकेशनी. 35 വയസ്സായപ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയ മുടി വെച്ചോണ്ട് നടക്കുക. പേരെന്തോ जब സുകേശിനി. 35 साल का हुआ तो बाल एकदम छोटे छोटे हो गए, പക്ഷേ ദൈവം തമ്പുരാൻ ഒരു പേരിട്ട് കേട്ടോ. लेकिन परमेश्वर ने एक नाम എന്താ डाला. പേരെന്നറിയോ? नाम क्या है? മോശയ്ക്ക് അപ്പനും അമ്മയും ഇട്ട പേരെന്താന്ന് എനിക്കറിയത്തില്ല. मुझे पता नहीं मूसा का माता पिता ने क्या नाम ദൈവം डाला, തമ്പുരാൻ ഒരു പേരിട്ടു. लेकिन परमेश्वर ने एक नाम डाला. ഫറവോന്റെ പുത്രി ആണ് പേരിട്ടത്. ഞാൻ പറയും അല്ല, ദൈവത്തിന്റെ പദ്ധതിയുടെ പേരാ കേട്ടോ. तुम बोलेंगे फरोन की पुत्री ने नाम ഞാൻ डाला, നിന്നെ लेकिन मेरा വെള്ളത്തിൽ നിന്ന് परमेश्वर ने. വലിച്ചെടുത്തതാ. मैं तुझे पानी से खींच ഞാൻ നിന്നെ निकाला, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതാ. मैं तुझे पानी से खींच എനിക്ക് लिया. നിന്നെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. तेरे ऊपर एक योजना है. നദി നിന്നെ മുക്കാതെ, नदी तुझे बिना डुबाए, ജ്വാല നിന്നെ ദഹിപ്പിക്കാതെ आग तुझे ना ഞാൻ भस्म ഇന്ന് करते നിന്നെ हुए, നിർത്തിയിരിക്കുന്നത്. आज भी मैंने तुझे खड़ा किया ശത്രുവിന്റെ है. പദ്ധതികളെ തകർത്ത് कि നിർത്തിയിരിക്കുന്നത്. शत्रु की योजना को नाश करके खड़ा किया എനിക്ക് है. നിന്നെ കുറിച്ചൊരു വലിയ പ്ലാൻ ഉള്ളത് കൊണ്ടാ. मुझे तेरे पे बहुत बड़ा एक योजना है. നിന്റെ പേര് तेरा नाम ദൈവത്തിന്റെ പ്ലാനിനെയും കരുതലിനെയും കാവലിനെയും വെളിപ്പെടുത്തുന്ന പേരാ കേട്ടോ മോശേ. तेरा नाम जो है परमेश्वर की योजना को प्रकट करने वाला है. ഓ. അപ്പം 400 വർഷം മോശയുടെ 50-ാം വയസ്സിൽ നടക്കേണ്ട ഡെലിവറൻസ് जो 400 साल जब मूसा 50 साल के होते हैं उस समय होने वाला छुटकारा നടക്കുന്നത്. अभी कहाँ हो रहा है എങ്ങനെ നടക്കുന്നത്? और कैसे हो रहा है? പുള്ളി ആടിനെ തീറ്റിക്കൊണ്ട് നടക്കുക. वो भेड़ को चला रहे हैं. 30 വർഷം മുന്നോട്ട് പോയി. 30 साल आगे गया. ഒരു ദിവസം ഹോരേബിൽ വെച്ച് एक दिन होरेब में ദൈവം അവനോട് ഇടപെട്ടു. परमेश्वर ने उससे बात किया, നീ മടങ്ങി വരാനുള്ള സമയമായ. तुझे लौट आने का समय हुआ. പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരെ നോക്കിയിട്ട് പറയും, आज के दिन पवित्र आत्मा कुछ लोगों को देख के നീ कहता മടങ്ങി है, വരാനുള്ള സമയമായ. तुझे लौट आने का समय എത്ര हुआ. പേർ ഈ സന്ദേശം ഏറ്റെടുക്കും? कितने लोग ये वाणी को लेंगे? ഇവിടുത്തെ കർത്താവേ, ഞാൻ മടങ്ങി വരാം. बोलो परमेश्वर मैं लौट आना चाहता हूँ, ഹല്ലേലൂയ. എന്റെ വിളിയിലേക്ക് മടങ്ങി വരാം. मेरे बुलावट में. ജനം 30 വർഷം കൂടുതൽ അടിമത്തത്തിൽ കിടക്കാൻ കാരണം എന്താണെന്നറിയാം? लोग 30 साल ज्यादा गुलामी में रहने का कारण क्या വിടുവിക്കാൻ है? വേണ്ടി വിളിച്ചവൻ ഇറങ്ങിയില്ല. അതുകൊണ്ടാണ് जो छुड़ाने के लिए बुलाने वाला उतरा नहीं. നമ്മൾ ലേറ്റ് ആകുമ്പോൾ जब हम देरी होगा, അനേകരുടെ ബന്ധനം മുറുകുമെന്നുള്ളത് മറക്കരുത്. कि बहुत सारे लोगों का बंधन और भी गाढ़ा നമ്മളെ होगा. വിളിച്ച വിളിക്ക് വേണ്ടി നമ്മൾ ലേറ്റ് ആകുമ്പോൾ हमारे बुलावट के लिए हम देरी होगा, അനേകർ കവർച്ചയായി കിടക്കും എന്നുള്ളത് മറന്നു बहुत सारे लोग लूटा हुआ है, हमें भूलना नहीं है. പറയാ, നിങ്ങളെ വിളിച്ച വിളിയിലേക്ക് മടങ്ങി വരുക. पवित्र आत्मा कहते हैं, तुम्हें जो बुलावट में बुला उसमें लौट आओ. ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഈ വചനത്തിലുണ്ട്. बहुत सारी बातें मुझे बोलना इस वचन നമ്മൾ में. വായിച്ച യെശയ്യാവ് 30 എന്താ പറഞ്ഞത്? यशायाह 30 में क्या कहता है? വിടുതൽ എന്തുകൊണ്ട് തടസ്സപ്പെടുന്നു? क्यों छुटकारा रुका हुआ है? വാഗ്ദത്തങ്ങൾ എന്തുകൊണ്ട് വൈകിപ്പോകുന്നു? क्यों वादा देरी होता है? നിങ്ങൾ മനം തിരിഞ്ഞ് മടങ്ങി വരണം. अब मन फिरा के लौट आना है. എവിടെയാണോ നീ വീണത്, जहाँ पे तू गिरा, ഹല്ലേലൂയ, വീണടത്ത് നിന്ന് എഴുന്നേൽക്കണം. जहाँ तू गिरा वहां से तुझे उठना है. എല്ലാരും പറഞ്ഞാട്ട് വീണടത്ത് നിന്ന് എഴുന്നേൽക്കണം. अब सभी लोग बोले जहाँ गिरा वहां से उठना है. വഴി തെറ്റിയാൽ തിരിച്ചു ചെല്ലണം. अगर रास्ता भटक गया तो लौट ഇതെവിടെ आना है. എഴുതിയിട്ടുള്ളതെന്ന് അറിയാമോ? ये कहाँ पे लिखा है? ജെറമ്യാവിന്റെ പുസ്തകം, യിരെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. यिर्मयाह का किताब 8 का 4 ഒന്ന് आयत. വായിച്ച യിരെമ്യാവ് 8:4. യിരെമ്യാവ് 8:4. ആ, उससे ये भी कह, यहोवा ये कहता है कि जब मनुष्य गिरते हैं तो क्या फिर नहीं उठते? ആ. മനുഷ്യ गिरेगा तो क्या नहीं उठते? जब कोई भटक जाता है तो क्या वो लौट नहीं आता? ആ. क्या कारण है कि ये यरूशलेमी सदा दूर ही दूर भटकते जाते हैं? वे छल नहीं छोड़ते और फिर लौटने से इनकार करते हैं। ആ. मैंने ध्यान देकर सुना, परंतु ये ठीक नहीं बोलते। हाँ। इनमें से किसी ने अपनी बुराई से पछता कर नहीं कहा, हाँ। हाय, मैंने क्या किया है? जैसे घोड़ा लड़ाई में वेग से दौड़ता है,
जैसे घोड़ा लड़ाई में वेग से दौड़ता है वेग से दौड़ता है, वैसे ही उनमें से हर एक जन अपने ही दौड़ में हमें देखो നമ്മളങ്ങ് ഓട്ടമാ, हम दौड़ रहे हैं, നമ്മളങ്ങ് ഓട്ടമാ. हम दौड़ रहे हैं. നമ്മുടെ ചെന്ന് നമ്മുടെ ഈ ഓട്ടം ചാട്ടം കൊണ്ട് എല്ലാം നടക്കുന്നു. हमें लगता है कि हमारा दौड़ने से सब कुछ होगा. എല്ലാരും പറഞ്ഞാട്ടെ, सभी लोग बोले സ്പീഡ് കാര്യമില്ല, स्पीड में काम नहीं, ദൈവത്തിന്റെ ടൈമിങ്. परमेश्वर के समय. Can you believe that statement? It's not your speed, it's the timing of God. ये परमेश्वर का समय है. ഇവര് കുതിരപ്പുറത്ത് കയറി അങ്ങ് ഓടുവാണെന്നേ, ये घोड़ों पे लेके भाग रहा ഭയങ്കര है, സ്പീഡാണെന്നേ. बहुत तेज जा रहा है. ജെറമ്യാവല്ലേ വായിച്ചത് അല്ലേ, यिर्मयाह हमने पढ़ा 8-ാം അധ്യായം. 8वां आयत. അവിടെ പറയുന്ന പിന്നെയും വാക്യങ്ങളുണ്ട്. और भी आयत है കൊക്കും മുയൽ പക്ഷിയും ഒക്കെ തങ്ങളുടെ മടങ്ങി വരവിനുള്ള സമയം അറിയുന്നു. कि वो पक्षी भी जानते हैं अपने लौट आने का समय क्या है. അങ്ങനല്ലേ? എന്നാൽ എന്റെ ജനം അറിയുന്നില്ല. लेकिन मेरा प्रजा मेरे समय नहीं जानता है. മടങ്ങി വരവിനുള്ള സമയം കൊക്കിനും മുയൽ പക്ഷിക്കും അറിയാം. पक्षियों को भी पता है उन्हें उस क्या समय पे लौट आना है. മൈഗ്രേറ്റ് ചെയ്യുന്ന പക്ഷികളാണ് അല്ലേ? ये सब क्या इधर उधर माइग्रेट करने वाले पक्षियां हैं. മൈഗ്രേഷൻ ചെയ്യുന്ന പക്ഷികളെ കുറിച്ച് അറിയാമല്ലോ. आप जानते हैं माइग्रेट करने वाले पक्षियों के बारे में. കറക്റ്റ് ആയിട്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് അവ എന്ത് ചെയ്യും, മടങ്ങി വരും. वो टाइम टेबल के साथ वो लौट आता है. 6,000 കിലോമീറ്റർ ദൂരെ പോയിട്ടാ കേട്ടോ. 4-5 हजार किलोमीटर दूर से. സീസൺ തെറ്റത്തില്ല, उन्हें सीजन गलती नहीं होता है, കറക്റ്റ് ആയിട്ട് മടങ്ങി വരും. वो सही समय पे लौट आता है. എന്റെ ജനം സീസൺ മാറുന്നത് അറിഞ്ഞിട്ടും മടങ്ങി വരാൻ തയ്യാറല്ല. लेकिन मेरा प्रजा जो सीजन बदलता हुआ देख के भी वो लौट नहीं आता है. സീസൺ മാറുന്നത് അറിഞ്ഞിട്ടും മടങ്ങി വരാൻ തയ്യാറല്ലെന്ന്. वो सीजन बदलता देख के भी लौट नहीं आने को तैयार है. മക്കളെ, സീസൺ മാറുന്നത് നീ മനസ്സിലാക്കണം. आपको समझना है कि मौसम बदल रहा है. കാലമാണ്, ये अंतिम समय है. സീസൺ മാറുകയാണ്, इससे अब समय बदल रहा है. കുറവാണ്, अभी समय कम है. മടങ്ങി വരുവാൻ. लौट आओ. യിരെമ്യാവ് എന്താ പറഞ്ഞത്? ഒരുവൻ വീണാൽ यिर्मयाह कहते एक व्यक्ति എന്ത് गिरे ചെയ്യുന്ന? क्या होगा, അവിടെ തന്നെ കിടക്കുന്നാന്നോ? क्या उधरी पड़ा रहेगा, ആന്നോ? ആന്നോ? അല്ല, എഴുന്നേൽക്കും. वहां से उठेगा. മോശ വീണു, मूसा गिरा പക്ഷെ എഴുന്നേറ്റു. फिर उठा. കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ചു. परमेश्वर ने उसे उठाया. आमीन. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? क्या आपको एक बात पता है? ഒത്തിരി വാക്യങ്ങൾ പറയാനുണ്ട്. बहुत सारे आयत कहना है വീഴുന്നതിനെ കുറിച്ച്, എഴുന്നേൽക്കുന്നതിനെ കുറിച്ച്. ये गिरना और उठने के बारे ഇത് में. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. उसमें से एक खास आयत है. ഹല്ലേലൂയ. സഭാപ്രസംഗികളുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ വാക്യം. സഭാ ഉപദേശക് അധ്യായം 4 അതിന്റെ 9-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ട്. സഭാപ്രസംഗി 4:9 മുതൽ. ആ ആ सिस्टर, सभा उपदेशक पढ़ा रहे ना, एक्लीसियास्टिक चैप्टर 4 9 से. हाँ, एक से दो अच्छा है. ഓക്കെ, പാർട്ട്ണർഷിപ്പ് അല്ലേ, നല്ലതാണ് ഇവിടെ എഴുതിയത്. यहाँ कहते हैं पार्टनरशिप अच्छा है. एक से दो अच्छा है എന്ന് പറഞ്ഞാൽ ആരെയും പിടിച്ച് പാർട്ട്ണർ ആക്കല്ലേ കേട്ടോ. इसका लेने किसी को उठा के पार्टनर बनाए. വേദവസം പറയുന്നുണ്ട്, आमीन. हालेलुया. वचन कहता है അണിവൻ യോക്ക് പാടില്ല, അവിശ്വാസിയുമായി ഇണയില്ലാപ്പണ കൂടരുത്. कि अविश्वासियों के साथ हमें संबंध नहीं रखना है. मतलब पार्टनरशिप में जाना नहीं है. पार्टनरशिप में नहीं जाना है. That may be, when you choose your life partner वो अपने लाइफ पार्टनर हो सकता or है a business partner. और एक बिजनेस पार्टनर Be हो सकता careful. है. बहुत ही सावधान रहे. Hallelujah. നമ്മൾ അൺഇവൻ യോക്കിൽ പോയി വീഴരുത്. हम अविश्वासियों के साथ नहीं जाना है. പക്ഷെ വേദവസം പറയുന്നു लेकिन वचन कहता है പാർട്ട്ണർഷിപ്പ് നല്ലതാണ്. पार्टनरशिप अच्छा है. ഇനി അടുത്ത വാക്യങ്ങളൊന്ന് വായിച്ചേ. देखो, രണ്ടുപേരും ഒത്തു നടന്നാൽ ഒത്തിരി അനുഗ്രഹം കേട്ടോ. दो जन साथ चले तो बहुत आशीष है. एक गिरेगा तो ഒന്ന് വീണാൽ दूसरा उठाएगा. മറ്റവൻ അതിനെ എണ്ണിപ്പിക്കും. ഹല്ലേലൂയ. ശരിയല്ലേ? ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. अब मैं आपको एक बात कहता है, നിങ്ങൾ കൂടെ നടക്കുകയാണെങ്കിൽ, अगर आप साथ में चलेंगे, മനുഷ്യന്റെ കൂടെ നടന്നാൽ ചിലപ്പം इंसान के साथ चलेगा तो कभी നിങ്ങൾ വീഴുന്നത് കണ്ടിട്ട് आप गिरते हुए देख के അവർ ചിരിക്കും. वो हंसेगा. സത്യമില്ലയോ? सही है कि नहीं?
ഈ നമ്മുടെ ഒരു നേച്ചറാണ്. वो हमारा स्वभाव है. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ വീണാലും നമ്മൾ ചിരിക്കും. हमारा सबसे करीबी गिरेगा तो वहां हंसेंगे. ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുന്നത് അയ്യോ ചിരിച്ചല്ലോ എന്ന്. हंसने के बाद हमें लगे നമുക്ക് हंसा. ഏറ്റവും റെസ്പെക്ട് ഉള്ള ആൾ വീണാലും നമ്മൾ ചിരിക്കും. हम बहुत ही आदर करने वाला व्यक्ति गिरे तो हंसेगा. അല്ലേ? അത് നമ്മുടെ സ്വഭാവമാണ്. वो हमारा नेचर है. വീഴുന്നത് കണ്ടാൽ നമ്മൾ ചിരിക്കും. गिरता हुआ देखे तो हम हंसेगा. ചിലപ്പോൾ ചിരിച്ചിട്ട് നമ്മൾ അങ്ങ് പോകും. കിടക്കട്ടെ അവിടെ നിന്ന് പറയും. അല്ലേ? മനുഷ്യന്റെ സ്വഭാവം ഞാൻ പറയുന്നത്. इंसान का स्वभाव में कह रहा हूं. ചിലപ്പോൾ വീണാൽ എന്ത് ചെയ്യത്തില്ല, എഴുന്നേൽപ്പിക്കത്തില്ല. अगर गिरे हुए तो हम उसे उठाएगा नहीं. ആ വീണ് കിടക്കട്ടെ എന്ന് പറയും. उसको उधर ही रहने दे बोलेगा. പക്ഷേ लेकिन കൈവിടാതെ हाथ ना छोड़ते ഉരുൾ हुए താഴെ കൂടെ കടക്കുമ്പോഴും കൂടെ ഇരിക്കുന്ന, कि गहराई तराई से जब चलते तभी भी साथ रहने वाला, എഴുന്നേൽപ്പിക്കുന്ന जो गिरेगा तो भी उठाने वाला. आमीन. പൊൻകരമുണ്ട് കേട്ടോ. एक हाथ है. നടക്കുവാണെങ്കിൽ അവന്റെ കൂടെ നടന്നോണം. अगर चलना है तो उसके साथ चल. आमीन. പാർട്ട്ണർഷിപ്പ് വെക്കുകയാണെങ്കിൽ അവന്റെ കൂടെ വെച്ചോണം. पार्टनरशिप का रखना है तो उसके साथ रहे. പാർട്ട്ണർഷിപ്പ് വെക്കുകയാണെങ്കിൽ बाला ब्रदर अगर पार्टनरशिप रखता है ഹല്ലേലൂയ കർത്താവിന്റെ കൂടെ വെച്ചോണം. परमेश्वर के साथ. മനുഷ്യൻ ചതിച്ചിട്ട് പോകുന്ന ദൈവാത്മാ പറയുക. परमेश्वर की आत्मा कहते हैं इंसान धोखा देके जाएगा. ദൂത് ഇങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ ദൈവാത്മാ പറഞ്ഞു അങ്ങനെ അങ്ങ് പറയാൻ പറഞ്ഞു. कि जब वाणी आए तो परमेश्वर की आत्मा इस प्रकार कह रहे हो. get into a partnership. बहुत ही केयरफुल रहने की पार्टनरशिप में not जाओ. in divine plan. अगर वो स्वर्गीय पद्धति में नहीं है, ഹല്ലേലൂയ, അവർ നമ്മളെ ചതിച്ചിട്ട് പോകും. वो हमें धोखा देके जाएगा. കർത്താവിന്റെ കരം പിടിച്ചാൽ परमेश्वर का हाथ पकड़े ഒരിക്കലും ചതിക്കത്തില്ല കേട്ടോ. कभी धोखा नहीं होगा. ഒരിക്കലും കൈവിടത്തില്ല കേട്ടോ. कभी छोड़ेगा नहीं. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം. मैं बहुत बार कहा है യേശുവിന്റെ കൈ നമ്മൾ പിടിച്ച് നടക്കുകയല്ല. कि यीशु का हाथ हम पकड़ के नहीं चल रहा. നമ്മൾ പിടിച്ച് നടന്നാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, आमीन. യേശുവിന്റെ കൈ നമ്മൾ പിടിച്ച് നടന്നാൽ, यदि यीशु का हाथ हम पकड़ के നമ്മുടെ चले, കാൽ എവിടെങ്കിലും തട്ടിയാൽ, हमारा अगर पैर ठोकर का है, നമ്മുടെ കൈ വിട്ടുവോ നമ്മൾ വീണു പോകും. हम हाथ छोड़ेगा हम गिर जाएगा. നമ്മൾ പറയുന്ന കർത്താവേ നീ എന്നെ പിടിച്ചോണം കേട്ടോ. हमें कहना परमेश्वर तू मुझे ഞാൻ നിന്റെ पकड़. കൈയല്ല പിടിച്ചേക്കുന്നത്. मैं तेरा हाथ नहीं നീ पकड़ा. എന്റെ കൈ आमीन. പിടിച്ചാൽ, നീ എന്റെ കൈ പിടിച്ചാൽ, तू मेरा हाथ पकड़े. എന്റെ കാല് തട്ടിയാലും, मेरा पैर ठोकर का है, ഞാൻ വീഴാൻ പോയാലും, मैं गिरने जाए, അവൻ എന്നെ തൂക്കിയെടുത്ത് നമ്മുടെ തമിഴിൽ പാടുന്നല്ലോ, യു നോ ദാറ്റ് സോങ്. അവൻ എന്നെ തൂക്കിയെടുത്ത് തമിഴിലെ പാട്ടാ കേട്ടോ. ഹല്ലേലൂയ, തമിഴ് ഗാനായ. तमिल गाना है. കർത്താവിനെ തൂക്കി परमेश्वर मुझे उठा के, അവൻ എന്നെ തൂക്കിയെടുക്കുന്നു. वो मुझे उठा के लेगा. വീഴാതെ വണ്ണം, നിലം പരിചാതെ വണ്ണം അവൻ എന്നെ തൂക്കിയെടുക്കുമെന്ന്. कि बिना गिरे बिना फिसले वो मुझे उठाएगा. കർത്താവിനെ സ്തുതിച്ചാട്ടെ. परमेश्वर धन्यवाद दे എത്രയോ പ്രാവശ്യം തട്ടിയിട്ടുണ്ടെന്നറിയാം. कि हम कितने बार ठोकर का പക്ഷെ आया, വീഴാൻ സമ്മതിച്ചില്ല. लेकिन गिरने नहीं അവന്റെ दिया. കൈ എന്നെ പിടിച്ചിരിക്കുക. उसका हाथ मुझे पकड़ा. നടക്കുകയാണെങ്കിൽ യേശുവിന്റെ കൂടെ നടക്കണം. चलना है तो यीशु के साथ चल. കൂടെ നടക്കണമെങ്കിൽ अगर साथ चलना है, this is what Bible says. वचन ये कहता है, ആമോസ് 3:3 എഴുതിയിട്ടുണ്ട്. आमोस 3:3 If you लिखा है, want to walk with someone, अगर आपको किसी के साथ चलना you है, have to agree with that person. आपको उसके साथ एग्री होना है. आमीन. Hello, if you are not agreeing with that person, अगर आप उस व्यक्ति it के is साथ not एग्री नहीं हो possible रहे, to walk together. तो आप Hallelujah. उसके साथ चल नहीं सकते हैं. രണ്ട് പേര് തമ്മിൽ നടക്കുമ്പോൾ അങ്ങ് തർക്കമാണെങ്കിലോ, अगर दो जन चलते समय अगर बात एग्री नहीं हुआ तो എംഒഎസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂട്ടം. एमोस में जो गया चेलों के समान, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് അല്ലേ. मैंने इसका कहा, ശിഷ്യന്മാർ ആരായിരുന്നു? वो लोग कौन थे? ക്ലെയോപ്പാവും അവന്റെ ഭാര്യയുമായിരുന്നു. क्लेयोपा उसकी पत्नी, ക്ലെയോപ്പാവും ഭാര്യയും. क्लेयोपा उसकी पत्नी, ഇവർ രണ്ടുപേരോടെ നടന്നു പോകുന്നത്. ये दोनों चल के जा रहे हैं. എന്റെ ദൈവമക്കളെ 7 നാഴിക ദൂരെ ഇവർ തർക്കിച്ചെന്ന. कि 7 माइल तक वो लोग वाद विवाद किए. തർക്കിച്ചു. वो वाद विवाद പിന്നെ किए. ഇത്രയും തർക്കിച്ചിട്ടും इतना वाद विवाद करने ഡിവോഴ്സ് के बाद ആകാത്തതിന്റെ കാരണം എന്താണെന്നറിയാം? कि डाइवोर्स क्यों नहीं हो रहे? യേശു കർത്താവ് കൂടെ നടക്കുന്നുണ്ട്. आमीन. हालेलुया. यीशु मसीह साथ में ഇടയ്ക്ക് चलता है. യേശു നടക്കുന്നുണ്ടായിരുന്നു. बीच में यीशु चल പല रहा है. കുടുംബങ്ങളും തർക്കിച്ച് അവസാനം ഡിവോഴ്സിൽ ചെന്നെത്തുമ്പോൾ कि बहुत सारे कुटुंब जो बोलते हैं ना कि बातचीत करके जब डाइवोर्स में पहुंचता है, തർക്കം കുറവായിട്ടല്ല. ऐसा नहीं. हमारा ജീസസ് ഈസ് വർക്കിംഗ് വിത്ത് us. परमेश्वर हमारे साथ चल रहा അവൻ है. നമ്മുടെ തർക്കത്തിൽ ഇടപെടുന്നത് കൊണ്ട് वो हमारे वाद विवाद में बीच में കടലിനെ है, ശാന്തമാക്കിയവൻ, जो नदी को शांत किया, കടലിനെ जो ശാന്തമാക്കിയവൻ, नदी को शांत किया, തിരമാലകളെ ശാന്തമാക്കിയവൻ, जो लहरों को शांत നമ്മുടെ किया. കുടുംബത്തിനകത്തെ ചില കടലിനെയും തിരമാല ഇടയ്ക്കൊക്കെ ശാന്തമാക്കുന്നത് हमारे കൊണ്ടാണ് कुटुंब का कुछ लहरों को और नदियों को शांत कर रहे हैं. നമ്മുടെ बल्कि കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു നിൽക്കുന്നത്. हमारा कुटुंब जो आशीषित होकर खड़ा है. നടക്കുകയാണെങ്കിൽ യേശുവിന്റെ കൂടെ നടക്കണം. अगर चलना है तो यीशु के साथ അപ്പോൾ चल. ഒരുവനുമായിട്ട് കൂടെ നടക്കണമെങ്കിൽ अगर एक के साथ यदि ഇരുവർ चलना है, ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കാൻ പറ്റും. दोनों मिलके बिना एक साथ नहीं चल ആമോസ് सकते. 3:3 വായിച്ചട്ടെ. आमोस 3:3. यदि दो मनुष्यों परस्पर सहमत न हो तो क्या वे एक साथ चल सकते? क्या दो मनुष्य परस्पर सहमत ना हो तो क्या एक साथ चल सकते? No, if two people if they do not agree,
Hallelujah, they cannot walk together. दो व्यक्ति परस्पर अगर संबंध ना हो तो वो एक साथ नहीं चल सकता है. അപ്പോൾ നിങ്ങൾക്ക് യേശുവിന്റെ കൂടെ നടക്കണമെങ്കിൽ अगर आपको यीशु के साथ चलना है तो യേശുവായിട്ട് എഗ്രി ചെയ്യണം. यीशु के साथ सहमत करना നമ്മുടെ है. ഇഷ്ടത്തിന് നടക്കാനൊക്കത്തില്ല. उसके बिना नहीं चल सकते. ഒത്തിരി കാര്യങ്ങൾ എഗ്രി ചെയ്യണം. बहुत सारी चीजों में सहमत നമ്മൾ യേശു होना है. പറഞ്ഞതെല്ലാം ഡിസഗ്രി ചെയ്തിട്ട് आप यीशु बोलते सबको अंगीकार ना करते हुए യേശുവിന്റെ കൂടെ നടക്കാൻ പറ്റുമോ? यीशु के साथ चल सकते हैं क्या? Are you ready to agree with Jesus and walk क्या with him? आप यीशु के साथ सहमत होने को Agree तैयार ചെയ്ത് है? നടക്കാൻ പറ്റുമോ? എഗ്രി ചെയ്ത് നടക്കാൻ പറ്റുമോ? वो सहमत होके चल सकते हैं. അങ്ങനെ വീണാൽ, अगर ऐसा हुआ, അങ്ങനെ നടന്നാൽ, ऐसा चला, നീ വീണാൽ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. अगर ऐसा चला तो तू गिरेगा तो परमेश्वर तुझे उठाएगा. आमीन. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. परमेश्वर तुझे उठाएगा. ഹല്ലേലൂയ. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. परमेश्वर तुझे उठाएगा. മീഖ 7-ാം അധ്യായത്തിൽ പറഞ്ഞു, मीका 7 में कहता है, ഞാൻ വീണുവെങ്കിലോ मैं गिरा ഞാൻ വീണ്ടും എഴുന്നേൽക്കും. फिर से मैं उठेगा. ചില പറഞ്ഞാട്ട് ഞാൻ വീണാലും मुंह खोल के बोल, मैं गिरा तो भी I will bounce back. मैं बाउंस बैक करेगा. ഞാൻ എഴുന്നേൽക്കും. मैं उठेगा. ഞാൻ എഴുന്നേൽക്കുമെന്ന് मैं उठेगा. എത്ര പേർ വിശ്വാസത്തോടു കൂടി പകൽക്കാലം പറയും? कितने लोग विश्वास के साथ आज വീണാലും कहेगा, ഞാൻ നിലം आमीन. പരിചാകത്തില്ല. गिरे तो भी मैं उधरी पड़े नहीं ശത്രു रहेगा. എന്നെ തള്ളിയാലും शत्रु मुझे धक्का दे दे, മുടിക്കാൻ ശ്രമിച്ചാലും मुझे नाश करने दे के ഞാൻ ബൗൺസ് ബാക്ക് ചെയ്യും. मैं बाउंस बैक करेगा. കാരണം ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നവനല്ല. क्योंकि मैं अकेला नहीं चलते. आमीन. ഏകാഗിയുടെ ജീവിതം പരാജയമാണെങ്കിൽ अकेला चलने वाले का जीवन ഞാൻ पराजित होगा. യേശുവിന്റെ കൂടെ നടക്കും. मैं यीशु के साथ चलता हूँ. ഹല്ലേലൂയ. ഞാൻ യേശുവിന്റെ കൂടെ നടക്കുന്നത് मैं यीशु के साथ चलेगा ഞാൻ तो പരാജയപ്പെടത്തില്ലെന്ന്. मैं पराजित नहीं होगा. मैं വീണാലും ഹല്ലേലൂയ ഞാൻ എഴുന്നേൽക്കുമെന്ന്. मैं गिरेगा तो भी मैं उठेगा. ഹല്ലേലൂയ. हालेलुया. സദർശവാക്യത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട് കേട്ടോ. सदस्य वाक्य में इस प्रकार आए थे. ഹല്ലേലൂയ. 24:16. 24 का 16. Proverbs 24:16. എന്താ പറയുന്നത്? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇതോട് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോവും. ഹല്ലേലൂയ. സദൃശവാക്യം 24:16 ഒന്ന് വായിച്ചേ. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ഹല്ലേലൂയ. ദുഷ്ടന്മാരോ देखो, ഇത് വചനമാ? ആണോ? ആണോ? यह वचन है कि नहीं? ദുഷ്ടൻ വീണാൽ, अगर दुष्ट गिरेंगे, ഇവിടെ വീഴ്ച എന്ന് പറയുന്നത് यहाँ जो गिरने का अर्थ है പാപത്തിൽ വീഴുന്നതിനെ കുറിച്ചല്ല കേട്ടോ. पाप में गिरने के बारे में नहीं. ഫിനിപ്പാസ്റ്റർ പറഞ്ഞത് 7 പ്രാവശ്യം പാപത്തിൽ വീണാലും നമുക്ക് എഴുന്നേൽക്കാം, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. फिलिप्पस इस प्रकार नहीं बोला पाप में 7 बार गिरेगा तो भी. തെറ്റിദ്ധരിക്കരുത്. उसे गलत मत समझना നീതിമാൻ പാപത്തിൽ വീഴാതെ നിൽക്കണം. कि धार्मिक जो है पाप में बिना गिरे रहना है. വിശുദ്ധിയോടെ ജീവിക്കണം. वो അല്ല, പിന്നെ पवित्रता में അവനെ जीना നീതിമാൻ है. എന്ന് വിളിക്കുമോ? नहीं तो उसको धार्मिक बुलाएगा. അപ്പോൾ വിശുദ്ധനായവൻ, वो जो पवित्र है, നീതിമാനായവൻ, जो धार्मिक है, അവന്റെ ജീവിതത്തിൽ उसके जीवन में എത്ര പ്രാവശ്യം തകർച്ച വന്നാലും कितने भी बार वो नाश आए, he will bounce back. वो बाउंस बैक करेगा. ഹലോ, 7 പ്രാവശ്യം വീണാലും 7 बार गिरेगा तो भी അവൻ 7ാമത്തെ പ്രാവശ്യം എഴുന്നേൽക്കുന്നു. वो 7 बार उठेगा. 7 ഒരു പൂർണ്ണതയുടെ സംഖ്യ അല്ലേ? 7 जो है एक पूर्णता का संख्या എന്ന് है. പറഞ്ഞാൽ എത്ര വീണാലും उसका अर्थ है कितना भी गिरे അവൻ തിരിച്ചവന്റെ ഷേപ്പിലേക്ക് മടങ്ങി വരും. और लौट के अपने रूप में आएगा. നീതിമാൻ റബ്ബർ ബോൾ പോലെ കേട്ടോ. नीतिवान जो धार्मिक जो है रबर बॉल जैसा है. എത്രയും ആയത്തിൽ എറിയുന്നു അത്രയും ചാടി ഉയരും. जितना उसे फेंकेगा उतना और उठ के आएगा. പറഞ്ഞിട്ട് ഞാനൊരു ദൈവ പൈതല. बोल मैं एक परमेश्वर का बच्चा है. എത്ര വലിയ വീഴ്ച ശത്രുവിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, कितना भी बड़ा गिरावट में आए, ഭൗതിക മണ്ഡലത്തിലാകട്ടെ, भौतिक मंडल में हो, ആ ശരീരത്തിലാകട്ടെ, शरीर में हो, എവിടെ പിശാച് പ്രവർത്തിച്ചാലും कहाँ भी शैतान कार्य करे, ഞാൻ പിന്നെയും എഴുന്നേൽക്കും. मैं फिर से उठूंगा. ബൗൺസ് ബാക്ക് ചെയ്യും. मैं बाउंस बैक മീഖ करेगा. പറഞ്ഞതുപോലെ मीका में जिस प्रकार का വീണുവെങ്കിലോ ഞാൻ പിന്നെയും എഴുന്നേൽക്കും. गिरा तो भी मैं फिर से उठूंगा. ദൈവ പൈതലേ, परमेश्वर के बच्चों, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെമ്പററി ആയിട്ടുള്ള ചില വിഷയങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ടെന്ന്. तुम्हारा जीवन में जो टेम्पररी आने वाले कुछ विषयों पे तुम्हें डरना नहीं है. ഹല്ലേലൂയ. നീ ബൗൺസ് ബാക്ക് ചെയ്യുമെന്ന്. तू बाउंस बैक करेगा. കമശഖമൻ എത്ര പേർ കേൾക്കുന്നുണ്ട്? कितने लोग सुन रहे हैं? നീ എഴുന്നേൽക്കുമെന്ന്, तू उठेगा, തിരിച്ചു വരുമെന്ന്. तू लौट आएगा. ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി ഉപയോഗിക്കും. परमेश्वर तुझे चमत्कार बनाएगा. വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. विश्वास करने वाले परमेश्वर सन्निधि में खड़े हो जाइए. हालेलुया. हालेलुया. ദുഷ്ടൻ വീണാൽ दुष्ट अगर गिरेगा അതോടെ അവൻ തീർന്നു. उधर ही वो समाप्त होता എന്തുകൊണ്ടാ है. തീർന്നത്? क्यों? എന്തുകൊണ്ടാ തീർന്നത്? അവൻ ഒറ്റയ്ക്കാ നടന്നത്. क्योंकि अकेला चला है. നമ്മൾ എന്തുകൊണ്ടാ എഴുന്നേറ്റത്? हम क्यों उठा? മീഖ നിനക്ക് എന്നാ ഇത്ര ധൈര്യം? मिकाल तुझे क्यों इतना धैर्य है? മീഖ പറയും, वो कहेगा ഹല്ലേലൂയ, എന്റെ വ്യവഹാരം തീർക്കുന്ന ഒരുത്തനുണ്ട്. मेरा व्यवहार को खत्म करने वाला एक है. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. इसके लिए मैं उठा. ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. मैं उसके लिए इंतजार അവൻ എന്റെ करूंगा. കേസ് കൈകാര്യം ചെയ്യും. वो मेरे केस को देखेगा. പറഞ്ഞിട്ട് അവൻ എന്റെ കേസ്, എന്റെ കർത്താവിന്റെ കേസ് ഹാൻഡിൽ ചെയ്യും. परमेश्वर मेरा केस को हैंडल അവൻ करेगा. എന്നെ എഴുന്നേൽപ്പിക്കും. वो मुझे उठाएगा. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചാൽ सभी लोग प्रार्थना करें.
എനിക്ക് നിങ്ങളെ ഓരോരുത്തരും നോക്കി ഈ ദൂത് പറയണം. मुझे आप में से हर एक को देख के वाणी कहना है. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെമ്പററി ആയിട്ടുള്ള നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, വീഴ്ചകൾ, പരാജയങ്ങൾ, സെറ്റ് ബാക്സ് എന്ന് പറയും അല്ലേ, സംടൈം വി മേ ഹാവ് സം സോർട്ട് ഓഫ് സെറ്റ് ബാക്സ് ഇൻ അവർ ലൈഫ്. ഇത് കണ്ട് നിങ്ങൾ സങ്കടപ്പെടും. आपके जीवन में जो कभी आते हुए पराजित हो गया, गिरना हो गया, सेटबैक्स जो हो गया, ये देखे हमें डरना नहीं है. 7 പ്രാവശ്യം ഉണ്ടായാലും 7 बार भले हो, 7ാമത്തെ പ്രാവശ്യം എഴുന്നേൽക്കും. 7 बार उठेंगे. പിന്നെ പിശാചിനെ നാണം തോന്നും. फिर शैतान को ही शर्म आएगा. വീഴ്ത്തിയിട്ട് കാര്യമൊന്നുമില്ല. इसे गिरा के फायदा नहीं. आमीन. ഹല്ലേലൂയ. 7ാമത്തേതിലോ തിന്മ നിന്നെ തൊടത്തില്ലെന്നല്ലേ? कि 7 बार के बाद तुझे नहीं छुएगा. തിന്മ 7ാമത്തേതിലോ തിന്മ നിന്നെ തൊടത്തില്ലെന്നാ. 7 बार का तुझे छुएगा नहीं. എന്ന് പറഞ്ഞാൽ പിശാച് സുല്ലിടും. शैतान हार जाएगा. പിശാച് സുല്ലിട്ടിട്ട് പറയും ഇനി ഇവനോട് കളിയില്ല, ഇവനെ വീഴ്ത്തിയാൽ ഇവൻ എഴുന്നേൽക്കുന്നവനാ. अब इसके पीछे जाके फायदा नहीं, इसे गिराएगा तो भी उठेगा. എന്തുകൊണ്ടാ എഴുന്നേൽക്കുന്നത്? क्यों उठेगा? आमीन. യേശു കൂടെ നടക്കുന്നു. यीशु साथ में चला है. യേശു കൂടെ നടക്കുന്നുണ്ടെങ്കിൽ यीशु साथ में चला तो ഹല്ലേലൂയ. ഈ വചനം പറയുന്നു, ये वचन कहता है. യേശാവ് നമ്മുടെ 30 വായിച്ച വചനം एशिया जो 30 हमने जो पढ़ा, എന്താ പറയുന്നറിയാം? क्या कहता है? യഹോവ, ഇസ്രായേലിലെ പരിശുദ്ധനായ യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. मन फिरा के अगर चुपचाप रहे तो तुम उद्धार അടങ്ങിയിരുന്നാൽ पाओगे. രക്ഷിക്കപ്പെടുമെന്ന്. कि चुपचाप रहे तो तुम उद्धार മുമ്പ് पाओगे. വായിച്ച വാക്യം എന്തായിരുന്നു? वो आयत क्या था? അവരെല്ലാവരും കുതിരപ്പുറത്ത് കയറി അങ്ങ് ഓടുക. वो सब घोड़े पे चढ़ के भाग रहे हैं, ഭയങ്കര സ്പീഡാ. बहुत तेजी से. സ്പീഡിലല്ല കാര്യം, बोलो रफ्तार में नहीं, ടൈമിംഗിലാ കാര്യം. परमेश्वर के അല്ല, നീ समय में. മിണ്ടാതിരിക്കടാ അവിടെ. तू चुपचाप बैठ നീ उधर. അടങ്ങിയിരിക്കടാ. तू चुपचाप बैठ. നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കടാ. तेरा परमेश्वर നീ के लिए कार्य എങ്ങോട്ടാ करेगा. ഈ ഓട്ടം? तू कहाँ भाग रहा അല്ല, है? ഇത്ര സ്പീഡിൽ ഓടിയിട്ടൊന്നും കാര്യമില്ല. इतना तेज दौड़ के भाग फायदा नहीं है. ശാന്തമായിട്ടിരിക്കെ, शांत होके बैठ, സമാധാനമായിട്ടിരിക്കെ, शांति से बैठ, ആരാം കർദോ. आराम से बैठ. കുറച്ചു നാള് ഒന്ന് ശാന്തമായിട്ടൊന്ന് വിശ്രമിക്കുക. कुछ समय शांति से विश्राम करो. അങ്ങനാണോ ആ വാക്യം? ऐसा है क्या वो आयत? അടുത്ത വാക്യം പറയുന്നു, अगला आयत कहता है വിശ്രമിക്കുന്നതിലും कि शांत रहने से, ആശ്രയിക്കുന്നതിലുമാണ് നിങ്ങളുടെ ബലമെന്ന്. कि शांत रहने से और विश्राम से आपका बल है. ഇത് വളരെ വലിയ മർമ്മമുള്ള വാക്യം. ये बहुत बड़ा ദൈവം ഇതിന്റെ ബലം छुपा हुआ है. എവിടെയാണെന്നറിയാമോ? परमेश्वर का बल कैसा है? വിശ്രമിക്കുന്നതില്. कि विश्राम करने में, ഹലോ, ആർ യു ലിസണിംഗ് മീ? വിശ്രമിക്കുന്നതിൽ कि आराम करो. എന്ന് പറഞ്ഞാൽ എന്താ? उसका अर्थ क्या है? ദൈവത്തിൽ റെസ്റ്റ് എടുക്കണം കേട്ടോ. आप शांत रहो, विश्राम करो. കർത്താവ് പറഞ്ഞ മണി ഇത്ര സ്പീഡിൽ ഓടിയിട്ടൊന്നും കാര്യമില്ല. परमेश्वर इतना तेज बढ़ के फायदा नहीं है. കൈകാലിട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല. तू हाथ पैर पटकने से कुछ नहीं होगा. ശാന്തമായിട്ടിരിക്കുക. तू शांति से बैठ, റെസ്റ്റ് എടുക്കുക. तू रेस्ट ले. 127 സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ 127 में इस प्रकार कहते हैं वचन से, അവനത് ഉറക്കത്തി वो കൊടുക്കും. अपने प्रिय को नींद पे देगा. എന്ന് പറഞ്ഞാൽ നീ സമാധാനമായിട്ട് ഉറങ്ങിക്കോ. तू शांति से सो जा, ആ സമയത്ത് ഞാൻ നിനക്ക് വേണ്ടി ആക്ട് ചെയ്തോണ്ടിരിക്കുക. मैं उस समय तेरे लिए कार्य करेगा. നീ ഉറക്കം കഴിഞ്ഞ് ഉണർന്നു വരുമ്പോൾ, जब तू सो के उठेगा, റെസ്റ്റ് എടുത്ത് ഉണർന്നു വരുമ്പോൾ, जब अच्छा रेस्ट लेके उठेगा, നിനക്ക് വേണ്ടിയുള്ള വിടുതൽ നിന്റെ മുമ്പിൽ ഉണ്ടാകും. तेरा छुटकारा तेरे सामने होगा. ഹലോ, വിശ്വാസമുണ്ടോ? विश्वास है क्या? വേദോസത്തിൽ ആദ്യം ഉറങ്ങിയ മനുഷ്യനാരാ? ആദം അല്ലേ? ദൈവനെ ഉറക്കിയെന്ന परमेश्वर से सुलाया. ഒരു വല്ലാത്ത ഗാഢനിദ്ര. ആദ്യം അനസ്തേഷ്യ കൊടുത്തേക്ക്. ആദാമിന്റെ സർജറിക്ക് മുമ്പ് അനസ്തേഷ്യ കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് ആദാം കണ്ണു തുറന്നു നോക്കിയപ്പോൾ जब എന്താ കണ്ടത്? नींद के बाद आदम ने जो आंख खोले तो क्या देखा? എന്താ കണ്ടത്? उसने क्या देखा? മുമ്പിൽ ഫ്യൂച്ചർ നിൽക്കുന്നു, आगे फ्यूचर खड़ा है, മുമ്പിൽ ജീവിത പങ്കാളി നിൽക്കുന്നു. कि आगे जीवन के അയ്യോ, साथी खड़ा है. ദൈവമക്കളെ, ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ നിന്റെ ഭാവി നിന്റെ മുമ്പിലുണ്ടെന്ന്. कि जब तू सो के उठेगा तो तेरा भविष्य तेरे सामने है. ഹല്ലേലൂയ. അതിനു മുമ്പ് उससे पहले വേദോസം ഇങ്ങനെ ഓർഡറിൽ പറയുന്നത്, वचन इस प्रकार ऑर्डर में कहता है, ദൈവം പറഞ്ഞു ഇവനൊരു ഒരു ഹെൽപ്പ് വേണം, इसको एक मदद चाहिए, ഇവനൊരു തക്ക തുണ വേണം. इसे एक साथी चाहिए. അയക്കുന്നത് നന്നല്ല. ये अकेला रहना सही नहीं है. ഈ ആദത്തിന്റെ ഹവയുടെ മുമ്പിൽ കൂടെ ആദത്തിന്റെ മുമ്പിൽ കൂടെ आदम के आगे से അടുത്ത പ്രോസസ് മൃഗങ്ങളൊക്കെ പോയെന്നാ. कि जानवर सब गए. ആദം എല്ലാത്തിനും പേരിട്ടു. आदम ने सबको नाम डाला. ആദം ഇട്ട പേര് എല്ലാത്തിനും വന്നെന്നാ പറഞ്ഞു. आदम ने जो डाला वो नाम सबको आया. അതിനൊന്നും ആദമിനൊരു ഹെൽപ്പ് കിട്ടിയില്ല. उनमें से किसी में से आदम को एक मदद नहीं मिला. അവസാനം ദൈവം അവന് വേണ്ടി अंत में परमेश्वर ने उसके ഒരു लिए ജീവിത പങ്കാളിയെ ഒരുക്കിയപ്പോൾ एक जीवन साथी को बनाया. നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവിച്ചതെന്ന്? आपको पता है क्या हुआ? ഹല്ലേലൂയ. ആദം പറഞ്ഞു, ഇവൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണ്. आदम ने कहा मेरे हड्डी से हड्डी और मांस से मांस है. ഹല്ലേലൂയ. ഫ്യൂച്ചർ ഒരുങ്ങോ പ്രിയമുള്ളവരെ? क्या फ्यूचर होगा? നിങ്ങൾ പൊപ്രാളം പിടിക്കണ്ടെന്ന്.
आपको तेजी नहीं करना है। അടുത്ത് നിൽക്കുന്ന ആളോട് പറ, ബ്രദറെ സ്പീഡിലൊന്നും കാര്യമില്ല, വെപ്രാളമൊന്നും പിടിക്കണ്ട, ശാന്തമായിട്ടിരിക്കെ. അതാ വചനം പറയുന്നത്. कि वचन कहते हैं शांत रहो, तेजी मत करो, जल्दबाजी मत करो। നിങ്ങൾ അറിയാത്ത വഴി തുറക്കും. आपने जो नहीं देखा वैसा रास्ता खुलेगा। കർത്താവിന്റെ കൈ പിടിച്ചാൽ മതി, परमेश्वर का हाथ पकड़ा में വിശുദ്ധനായി ജീവിച്ചാൽ മതി. विशुद्ध होके पवित्र होके നീതിമാൻ വീണാലും അവൻ ഹല്ലേലൂയ എന്ത് ചെയ്യുന്ന? എഴുന്നേൽക്കും. उठेगा। അവൻ എഴുന്നേൽക്കും. धार्मिक गिरेगा तो भी उठेगा, ബൗൺസ് ബാക്ക് ചെയ്യും. वो बाउंस बैक करेगा। അവനൊരു ടെൻഷനും ഇല്ല. उसे कोई टेंशन नहीं അവൻ है, അറിയാം അവൻ എഴുന്നേക്കും. उसे पता है उठेगा। അവൻ അറിയാം കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുമെന്ന്. वो जानता है कि परमेश्वर उसे उठाएगा। So there is deliverance in rest. तो छुटकारा है रेस्ट में। Number of people do not know this secret. बहुत सारे लोगों को ये गुप्त बात नहीं അവർ पता। ഒത്തിരി അങ്ങ് അധ്വാനിക്കുക, वो बहुत मेहनत करता है, ഡബിൾ ഡ്യൂട്ടി ചെയ്യുക. वो डबल ड्यूटी करता है, അല്ലെങ്കിൽ യാക്കോബ് ചെയ്തതുപോലെ. याकूब के समान। യാക്കോബിനോട് ദൈവം പറഞ്ഞു, ഡബിൾ ഡ്യൂട്ടി ഒക്കെ നിർത്ത്. याकूब को बोला डबल ड्यूटी बंद നിന്റെ कर, കോളിലേക്ക് മടങ്ങി വാ, तेरे बुलावट में लौट आ, ബഥേലിലേക്ക് മടങ്ങി വാ. तू बेथेल में നിന്നെ आ, കുറിച്ച് സ്വർഗ്ഗത്തിന് പദ്ധതിയുണ്ട്. स्वर्ग का तुझ पे योजना है। കേട്ടോ ദൈവമക്കളെ, सुनो परमेश्वर के बच्चों, there is deliverance छुटकारा है, in rest. छुटकारा है रेस्ट And में। interesting in God. Hallelujah. मैं परमेश्वर पे उम्मीद रख रहा हूँ, ആശ്രയിക്കുന്നതിൽ വിടുതലുണ്ടെന്ന്. जो उम्मीद रखने में छुटकारा है। എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? हम क्या करते हैं, നമ്മുടെ സ്പീഡ് അല്ല കാര്യം. हमारा रफ्तार नहीं, നമ്മൾ പറഞ്ഞത് കർത്താവേ, हम कहते हैं परमेश्वर, എന്റെ കയ്യിലോട്ട് അഭിഷേകം അങ്ങ് ഏൽപ്പിക്കുക കേട്ടോ. परमेश्वर मैं विषय तेरे हाथ में देता हूँ, എനിക്കത് വഹിക്കാൻ പറ്റത്തില്ല ये കർത്താവേ. मैं उठा नहीं सकता, ഭയങ്കര ലോഡാ, बहुत बोझ है, ഭയങ്കര ഭാരമാ. बहुत बोझ है। Lord, I give my life, परमेश्वर मैं मेरा जीवन देता my हूँ, situations, मेरा अवस्था, എന്റെ ജീവിതത്തിലെ ട്രബിൾസ് ട്രയൽസ് എല്ലാം നിന്റെ കരങ്ങളിൽ തരുക. मेरे जीवन के सब चुनौती तेरे हाथों में देता हूँ, എന്നെ നീ സഹായിക്കണം. तू मुझे मदद करना। എന്നിട്ട് നീ ചെയ്യണം, और क्या करने का, സുഖമായിട്ട് കിടന്നുറങ്ങണം. और शांति से सो जा। പല आमीन। പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. बहुत बार कहा है, ഹല്ലേലൂയ. ഒരു മനുഷ്യന് രാത്രി ഉറക്കം വരുന്നില്ല, ഭയങ്കര ടെൻഷനാ. एक व्यक्ति को रात में नींद नहीं आ रहा, बहुत टेंशन है, ഇതൊരു ഭാരമുണ്ടെന്ന്. बहुत बोझ है। അങ്ങനെ ടെൻഷനായിട്ടിരിക്കുമ്പോൾ ऐसे जब बोझ से बैठा है, സങ്കീർത്തനം എടുത്ത് വായിച്ചു. और जो भजन संहिता उठा के पढ़ा, 21 സങ്കീർത്തനം. भजन संहिता 121, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. इसराइल को पालन वाला जो सोता नहीं है, വായിച്ചപ്പോൾ പുള്ളിയുടെ അകത്ത് കത്തി. उसके अंदर जला എന്നിട്ട് പറഞ്ഞു, और कहा, കർത്താവ് ഏതായാലും നീ ഉണർന്നിരിക്കുക. परमेश्वर तू तो जाग के बैठा നമ്മൾ है, രണ്ടുപേരും കൂടെ എന്തിനാ ഉണർന്നിരിക്കുക? हम दोनों क्यों जागना है, ഞാൻ ഉറങ്ങാൻ പോകും. मैं वो सोने जा रहा हूँ, ഹല്ലേലൂയ. നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. तू मेरे लिए कार्य कर। തന്റെ आमीन। പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കും. वो अपने प्रिय को नींद पे देगा, നീ ഉണർന്നു വരുമ്പോ जब तू जाग के നിനക്ക് आएगा, വേണ്ടി ദൈവം ഒരുക്കിയ അനുഗ്രഹം നിന്റെ മുമ്പിൽ നിൽക്കുമെന്ന്. तेरे लिए जो परमेश्वर प्रबंध किया आशीष तेरे सामने खड़ा അതുകൊണ്ട് रहेगा। इसीलिए ഹല്ലേലൂയ വിശ്രമിക്കുന്നതിലും विश्राम करने में, പിന്നെന്താ ആശ്രയിക്കുന്നതിലും भरोसा रखने में വിടുതലുണ്ട്. छुटकारा है। അടുത്ത വാക്യങ്ങൾ പിന്നെ അതേ വാക്യമാണല്ലോ. അല്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു. नहीं, हम घोड़े पे चढ़ के भागे। ഞങ്ങൾ വലിയ ബിസിയാണെന്നാ പറയുന്നത്. तुम कहते नहीं हमें रेस्ट है, हम बहुत बिजी हैं। ഹലോ, ഈ വാക്യം ആവർത്തിക്കുകയല്ലേ? ये आयत फिर से कह रहे हैं, കുതിരപ്പുറത്ത് കയറി ഞങ്ങൾ എന്ത് ചെയ്യും? ഓടിപ്പോവും. ഞങ്ങൾ ബിസിയാ, ഞങ്ങൾ ചെയ്യാന്നേ. കർത്താവ് ഞാൻ അടങ്ങിയിരിടാ, हम कहते हैं परमेश्वर हम करेगा, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം. हम घोड़ों पे चढ़ के भागे, നീ परमेश्वर तू ഓടിയിട്ടൊന്നും शांत रहे। ചിലരെ നോക്കി പരിശുദ്ധ പറയുന്നത് നീ ഓടിയിട്ടൊന്നും കാര്യമില്ല. कुछ लोगों को देख पवित्र आत्मा ഇന്നുവരെ बोलता है, നീ तू भागने से नहीं നേടിയത് होगा। നീ ഓടിപ്പിടിച്ചതല്ല. आज तक तूने जो भी पाया है भाग के नहीं पाया സ്വർഗ്ഗം है, നിനക്ക് നൂലെ കെട്ടി ഇറക്കി തന്നതാ. स्वर्ग तुझे उतार के दिया है। ആണോ? ഞാനൊന്നും ഓടിപ്പിടിച്ചിട്ടില്ല പ്രിയമുള്ളവരെ. मैंने कुछ भाग के नहीं पकड़ा है, എന്തെങ്കിലും കൈ വന്നിട്ടുണ്ടെങ്കിൽ यदि कुछ भी हाथ में आया है ഞാൻ तो ഉറങ്ങിയപ്പോൾ സ്വർഗ്ഗം എനിക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹം. जब मैं सोया था स्वर्ग ने मेरे लिए तैयार किया हुआ आशीष है। കർത്താവ് പറയുക, परमेश्वर कहता है ശാന്തമായിരുന്നാൽ शांत होके बेटे, സ്പീഡ് അല്ല കാര്യം. रफ्तार नहीं। If you are ready to wait for God, अगर आप तैयार हैं എല്ലാവരും परमेश्वर പറഞ്ഞിട്ട് के लिए, സ്പീഡ് അല്ല കാര്യം. सभी लोग बोले रफ्तार नहीं, God's timing, परमेश्वर का समय, ദൈവത്തിന്റെ സമയത്ത്. परमेश्वर का समय। ഹല്ലേലൂയ. ഞെരുക്കത്തിന്റെ അപ്പം നീ തിന്നാലും കഷ്ടത്തിന്റെ കണ്ണുനീർ കുടിച്ചാലും കർത്താവിന്റെ ശബ്ദം നീ കേൾക്കാൻ പോവുകയാണ്. What exactly you need in your life? आपके जीवन आपको क्या चाहिए, നമുക്ക് എന്താ ശരിക്കും വേണ്ടത്? हकीकत में क्या चाहिए? നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ ഗൈഡൻസ്. हमें चाहिए परमेश्वर की अगुवाई। കർത്താവേ എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. हर एक जो बोले परमेश्वर मुझे आपकी आवाज सुनना है। ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. जीवन में बहुत समस्या है, നമ്മുടെ ദൈവമക്കളെല്ലാം എനിക്കറിയാം. हम सब, मैं सभी लोगों को जानता हूँ, നമ്മുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ हर एक का समस्या जानता है। സ്നേഹത്തോടെ मैं प्रेम से കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. कि परमेश्वर दास की सबसे मैं आपको एक आलोचना देता हूँ। പ്രശ്നങ്ങളുടെ നടുവിൽ
आपके कष्ट के बीच में നിങ്ങൾ ടെൻഷൻ ആകാതെ आपको टेंशन नहीं होना है, ശാന്തമായിട്ടിരിക്കുക. शांत होके बैठ. നിങ്ങൾ ഓടിയത് കൊണ്ടൊന്നും നടക്കത്തില്ല. आप भागने से कुछ नहीं होगा. കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. परमेश्वर के हाथों में सौंपो. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. परमेश्वर आपके लिए कार्य करेगा. ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. परमेश्वर आवाज तुम सुनो. whatever your situation may be, जो भी आपका अवस्था है, എന്ത് സാഹചര്യമാകട്ടെ, जो भी अवस्था हो, ഹല്ലേലൂയ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. परमेश्वर आपके लिए कार्य करेगा. ശാന്തമായിട്ടിരിക്കുക. शांत होके बैठ. മടങ്ങി വാ. लौट गया. आमीन. മടങ്ങി വാ. लौटा. come back to your original call, brother. आपके बुलावट में लौटा. come back to the mission field. आप मिशन फील्ड में लौटा. നിങ്ങൾ വിട്ടുപോയ മിഷൻ ഫീൽഡിലേക്ക് മടങ്ങി വാ. आप छोड़ के गया उस मिशन फील्ड में लौटा. come back to the worship. hallelujah. वो आराधना में लौटा. ആരാധനയിലേക്ക് നിങ്ങൾ മടങ്ങി വാ. आराधना में लौटा. come back. लौटा. oh hallelujah, hallelujah. എത്ര പേർ പറയും കർത്താവേ, I am ready to come back. कितने लोग बोलेंगे परमेश्वर में आने को तैयार हो. കാരണം ദൈവസന്നിധിയിൽ ഒന്ന് ഉയർന്നാട്ടെ. हाथों को परमेश्वर में उठाए ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. और प्रार्थना करें. ഇന്ന് എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞാട്ടെ. आज मुझसे बात की इस प्रकार का ये सांस ले लो. ഒറ്റയ്ക്ക് ഞാൻ നടന്നാ ഞാൻ തകർന്നു പോകും. अगर मैं अकेला चलेगा तो मैं नाश हो जाएगा. പക്ഷെ നീ എന്നോട് കൂടെ നടന്ന यदि तू मेरे साथ चले, എന്നെ കുറിച്ചുള്ള ഡിവൈൻ ആയിട്ടുള്ള എല്ലാ പ്ലാനും പർപ്പസും നിവർത്തിക്കപ്പെടും. कि मेरे ऊपर जो भी आपका योजना है पद वो सब पूरा होगा. സ്നേഹത്തോട് ദൈവാത്മാവ് ചിലരോട് പറയുക, प्रेम से परमेश्वर की आत्मा कुछ लोगों से कहता है, നീ വീണു പോയെങ്കിലും തകർന്നു പോയെങ്കിലും എന്നേക്കുമല്ല, तू गिर गया, तू नाश हो, लेकिन हमेशा के लिए नहीं. എന്നേക്കുമല്ല. हमेशा के लिए नहीं. God is having a plan about your life. Brother, परमेश्वर God is को having एक a plan योजना है about- आपके जीवन में. भाई, योजना है तेरे जीवन में. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഈ വചനം നിന്നോട് സംസാരിക്കുന്നത്. इसके लिए आज के दिन ये वचन तुझसे बात कर रहा I है. feel a special presence when I speak that word. Hallelujah. मुझे एक अलग से एक सानिध्य अनुभव हो रहा है जब वो वचन बांट रहा ചിലരോട് है. പരിശുദ്ധൻ വ്യക്തമായി പറയുക, कुछ लोगों से पवित्र आत्मा साफ साफ कहते हैं, നിന്നെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന്. तुझे परमेश्वर ने ठुकराया नहीं है. കർത്താവിന്റെ ഡോർ ഇപ്പോഴും നിനക്ക് വേണ്ടി ഓപ്പൺ ആണെന്ന്. परमेश्वर का दरवाजा अभी भी तेरे लिए നീ खुला है. മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, तू अगर लौटाने को तैयार है, ഹല്ലേലൂയ, അവൻ നിന്നെ പിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, वो तुझे फिर से उठाएगा, പിന്നെ ഉപയോഗിക്കുവാൻ, फिर से उपयोग करेगा. ദൈവ മഹത്വം വെളിപ്പെടുത്തുവാൻ परमेश्वर की महिमा प्रकट करने ഹല്ലേലൂയ. യേശു തയ്യാറാണ്. यीशु तैयार है. പരാജയപ്പെട്ടെന്ന് ചിന്തിക്കുന്ന ചിലരോടായി ദൈവാത്മാ പറയുന്നു, जो पराजित हुआ इस प्रकार सोचने वालों से परमेश्वर की आत्मा कहता है, നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നു, आपको बुद्धि देने के लिए, വിശ്രമിക്ക്, ആശ്രയിക്ക്. विश्राम करो, भरोसा रखो. കർത്താവ് പരിസ്ഥിതികളെ മാറ്റും, परमेश्वर अवस्थाओं को बदलेगा, തള്ളിക്കളയില്ല. वो ठुकराएगा नहीं. ഓ, ഹല്ലേലൂയ. हालेलुया लॉर्ड जीसस. परमेश्वर, हम तेरी उपस्थिति में फिर से आते हैं क्योंकि परमेश्वर तेरे विश्राम में हमारे लिए छुटकारा है. देयर इज डिलीवरेंस इन द रेस्ट व्हिच यू गिव टू अस लॉर्ड. हमारे सारे बोझों को, हमारे सारे कष्टों को अपने ऊपर उठाकर परमेश्वर हमें विश्राम देता है. जब हम 7 बार गिर जाए तो 8वीं बार परमेश्वर तो हमें उठाता है, अपने हाथों को पकड़कर परमेश्वर हमें ले चलता है. हालेलुया आमेन जीसस. हालेलुया गॉड. अद्वान ഭാരമെല്ലാം നിൻചുമലിൽ ഏറ്റു. എന്നാവു വരണ്ടപ്പോൾ നിത്യമാമുറവ നൽകി. അദ്വാന ഭാരമെല്ലാം നിൻചുമലിൽ ഏറ്റു. എന്നാവു വരണ്ടപ്പോൾ നിത്യമാമുറവ നൽകി. ഞാൻ നടക്കും പാതയിൽ നീ മാത്രം എൻ്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ മാത്രം എൻ്റെ
Lord. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഓ ഞാനേറ്റമോടിയപ്പോൾ നീ എന്നെ തേടി വന്നു. ഓ പരിശുദ്ധ സ്നേഹത്തിനാൽ എൻ കരം നീ പിടിച്ചു. നീ എന്നെ തേടി വന്നു. പരിശുദ്ധ സ്നേഹത്തിനാൽ എൻ കരം നീ പിടിച്ചു. നിൻ സാന്നിധ്യം വിട്ടു എങ്ങോട്ടു പോയിടുമേ. ഉയരമോ ആഴമോ വേർപിരിക്കാനാവുമോ. Lord, where can I go from your presence? സാന്നിധ്യം വിട്ടു എങ്ങോട്ടു പോയിടുമേ. ഉയരമോ ആഴമോ വേർപിരിക്കാനാവുമോ. ഓ മൃത്യുവിനാലെ പോലും yes Lord അനയാത്ത ജ്വാലയാകും. ഓ നിൻ സ്നേഹമീനാലെ എന്നെ നീ സ്വന്തമാക്കി. മൃത്യുവിനാലെ പോലും യേശു അനയാത്ത ജ്വാലയാകും. Yes Father, നിൻ സ്നേഹമീനാലെ എന്നെ നീ സ്വന്തമാക്കി. എന്നുഗ്രം മൃദുവെന്നു പറഞ്ഞരികെ വിളിച്ചു. അലയുമെന്നാത്മാവിൽ आश्वासन नीगी. परमेश्वर कहता है मेरा बोझ, मेरा जुआ हल्का है. दुनिया का जुआ भारी है लेकिन मेरा जुआ हल्का है. Yes Lord. आश्वासन नीगी. इसलिए अपने सारे बोझों को यीशु पर डाले. अध्वान भारमेल्ला അധ്വാന ഭാരം എന്നാവൂ
മാത്രം എന്റെ താരം പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ് Yes Lord ഞാൻ നടക്കും പാതയിൽ നീ മാത്രമേ പിന്മാറ്റവേളയിൽ നീ തന്നെ പിതാവ് പരിശുദ്ധ സ്നേഹത്തിനാൽ പരിശുദ്ധ സ്നേഹത്തിനാൽ Yes Lord എക്കാലം നീ വിളിച്ചു ഞാനേറ്റമോടിയപ്പോൾ നീ എന്നെ തേടി വന്നു Yes Jesus പരിശുദ്ധ സ്നേഹത്തിനാൽ എക്കാലം നീ വിളിച്ചു അധ്വാന ഭാരമെല്ലാം നിൻ ചുമലിൽ ഏറ്റു Yes Lord Yes Jesus എന്നാവു വരണ്ടപ്പോൾ നിത്യമാമുരവനൈ അധ്വാന ഭാരമെല്ലാം Yes Jesus നിൻ ചുമലിൽ ഏറ്റു എന്നാവു വരണ്ടപ്പോൾ നിത്യമാമുരവനൈ മൃത്യുവിനാലെപ്പോലും Yes Jesus മൃത്യുവിനാലെപ്പോലും അനയാത്ത ജ്വാലയാകും നിൻ സ്നേഹവീനിയനാലെ എന്നെ നീ സ്വന്തമാക്കി മൃത്യുവിനാലെപ്പോലും അനയാത്ത ജ്വാലയാകും നിൻ സ്നേഹവീനിയനാലെ Jesus പരിശുദ്ധ സ്നേഹത്തിനാൽ എക്കാലം നീ വിളിച്ചു നീ എന്നെ തേടി വന്നു Jesus പരിശുദ്ധ സ്നേഹത്തിനാൽ എക്കാലം നീ വിളിച്ചു നടക്കും പാതയിൽ നീ മാത്രമെന്റെ താരം പിന്മാറ്റവേളയിൽ നീ തന്നെ പിതാവ് Yes Lord over every situation of my life over every aspect of my life you are my God you are my Father Yes Jesus പിന്മാറ്റവേളയിൽ നീ തന്നെ പിതാവ് ഞാനേറ്റമോടിയപ്പോൾ हमें ढूंढ कर आया പരിശുദ്ധ സ്നേഹ
फिर एक बार मैं लौटता हूँ, मैं आता हूँ तेरे पास। फिर एक बार मैं लौटता हूँ, मैं दौड़ता हूँ तेरे पास। अपने हाथ उठाकर मैं कबूल करता हूँ, मन फिराता हूँ, दिल से कहता हूँ। अपने हाथ उठाकर मैं कबूल करता हूँ, मन फिराता हूँ, दिल से कहता हूँ। मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ यीशु। मैं सिर्फ तुझी से प्यार करता हूँ परमेश्वर। मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ यीशु। मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ। मैं फिर एक बार लौटता हूँ, फिर एक बार मैं लौटता हूँ, मैं दौड़ता हूँ सिर्फ तेरे ही पास, तेरे पास। फिर एक बार मैं लौटता हूँ, मैं दौड़ता हूँ तेरे पास। अपने हाथ उठाकर मैं कबूल करता हूँ, मन फिराता हूँ, दिल से कहता हूँ। अपने हाथ उठाकर मैं कबूल करता हूँ, मन फिराता हूँ, दिल से कहता हूँ। मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ यीशु। ओ मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ यीशु। तेरे बिन कौन मुझे छुड़ा सकेगा, तेरे बिन कौन मुझे बचा सकेगा। मिलकर कहेंगे, तेरे बिन कौन मुझे छुड़ा सकेगा, तेरे बिन कौन मुझे बचा सकेगा। तू ही है जो मुझे छुड़ाता है, तू ही है जो मुझे बचाता है, तू ही है जो मुझे छुड़ाता है, तू ही है जो मुझे बचाता है। मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ यीशु। मैं तुझसे यारी रखता हूँ, मैं तुझसे यारी रखता हूँ, मैं तुझसे प्यार करता हूँ यीशु। मिलकर बोलेंगे, मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ यीशु। मैं तुझसे यारी रखता हूँ, यारी रखता हूँ, मैं तुझसे यारी रखता हूँ, मैं तुझसे यारी रखता हूँ यीशु। मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ यीशु। मैं तुझसे प्यार
Yes Lord, प्यार करता हूँ, मैं तुझसे प्यार करता हूँ यीशु। तेरे बिन कौन मुझे छुड़ा सकेगा? कौन छुड़ा सकेगा परमेश्वर? कौन मुझे बचा सकेगा? हेलो, तेरे बिन कौन मुझे छुड़ा सकेगा? तेरे बिन कौन मुझे बचा सके? तू ही है वो, तू ही है जो मुझे छुड़ाता है। केवल तू ही है जो मुझे बचाता है। तू ही है जो मुझे छुड़ाता है। तू ही है जो मुझे बचाता है। मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ यीशु। मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ, मैं तुझसे प्यार करता हूँ यीशु। ധ്യാനേറ്റ മോടിയപ്പോൾ നീ എന്നെ തേടി വന്നു. Yes Jesus, പരിശുദ്ധ സ്നേഹത്തിനാൽ എൻ കരം നീ പിടിച്ചു. ധ്യാനേറ്റ മോടിയപ്പോൾ പരിശുദ്ധ സ്നേഹത്തിനാൽ എൻ കരം നീ പിടിച്ചു. സാന്നിധ്യം വിട്ട് എങ്ങോട്ടു പോയിടുമേ? വേർപിരിക്കാനാവുമോ? നിൻ സാന്നിധ്യം വിട്ടു എങ്ങോട്ടു പോയിടുമേ? ഉയരമോ ആഴമോ വേർപിരിക്കാൻ ആവുമോ? മൃത്യുവിനാലെ പോലും, മൃത്യുവിനാലെ പോലും അനയാത്ത ജ്വാലയാകും നിൻ സ്നേഹം, നിൻ സ്നേഹവീണാലേ എന്നെ നീ സ്വന്തമാക്കി. മൃത്യുവിനാലെ പോലും, മൃത്യുവിനാലെ പോലും യേശു, yes Lord, യാകും നടക്കും പാതയിൽ നീ തന്നെ എന്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ പിതാവ്. We all sing this together. നീ എന്നെ തേടി വന്നു, നിന്റെ പരിശുദ്ധ സ്നേഹത്താൽ, പരിശുദ്ധ സ്നേഹത്താൽ എന്റെ കരം നീ പിടിച്ചു. ഞാൻ ഏറ്റമോടിയപ്പോൾ
ചുമലിലേറ്റു എന്റെ നാവ് വരണ്ടപ്പോൾ आज सुबह के समय में हमारे जीवन के सारे बोझों को उसके ऊपर डालें अध्वान भारमेल्ला ചുമലിൽ ഏറ്റു ഓ എന്നാവു വരണ്ടപ്പോ നിത്യമാമുരവ നൽകി കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. अपने हाथों को उठाकर प्रार्थना करें. പ്രകാരം പറഞ്ഞാട്ട് കർത്താവേ, इस प्रकार कहे परमेश्वर, ഞാൻ ഓടിയത് കൊണ്ടോ അധ്വാനിച്ചത് കൊണ്ടോ അല്ല, मेरे दौड़ने से कुछ नहीं, എൻ്റെ സ്പീഡ് കൊണ്ടല്ല, मेरे स्पीड से नहीं, നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട്. तुझ पर भरोसा रखने से. You know, the one who trusts in God, आप जानते हो जो परमेश्वर पर भरोसा रखते हैं അവന് വിശ്രമമുണ്ട്. उसको विश्राम मिलती है. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വിശ്രമമുണ്ടെന്ന്. परमेश्वर पर जो आश्रय करता है, जो निर्भर हमारा रहता है, situation उसको എന്തുമാകട്ടെ, विश्राम मिलती है. हमारी परिस्थिति कैसा भी क्यों ना हो, ദൈവത്തിൽ ആശ്രയിക്കുക. परमेश्वर पर भरोसा रखें. പൂർണ്ണമായിട്ട് അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. पूर्ण तौर से उसके हाथों पे समर्पण करें. ദൈവം നിങ്ങൾക്ക് ജീവിതത്തിൽ പല മേഖലയിൽ വിശ്രമം തരുമെന്ന്. परमेश्वर आपके जीवन के हर मंडली में विश्राम देगा. മടങ്ങി വരുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. लौट के आने के लिए मैं तैयार हूँ प्रभु. ഈ കാലഘട്ടം, ഈ സീസൺ എന്താണെന്ന് മനസ്സിലാക്കി इस सीजन को मैं समझकर ഞാൻ മടങ്ങി വരാൻ തയ്യാറാണ്. मैं लौट के आने को तैयार हूँ. എന്നെ നീ ഉപയോഗിക്കണം. मुझे तो इस्तेमाल कर. എന്റെ കുടുംബത്തെ നീ ഉപയോഗിക്കണം. मेरे परिवार को तो इस्तेमाल എന്റെ कर. ചേർച്ചിനെ നീ ഉപയോഗിക്കണം. मेरे कलीसिया को इस्तेमाल कर. നിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. आपके हाथों में इस्तेमाल होने के लिए हम समर्पण करते हैं. വീണുവെങ്കിലോ ഞങ്ങൾ പിന്നെയും എഴുന്നേൽക്കും. यदि मैं गिर भी जाऊं तो बाहर खड़ा हो जाऊंगा. കർത്താവിന്റെ കേസ് നടത്തി തരും. परमेश्वर मेरा न्याय चुकाएगा. അഡ്വക്കേറ്റിന്റെ മിടുക്കല്ല, അഡ്വക്കേറ്റിന്റെ മിടുക്കല്ല, वो एक वकालत की काबिलता नहीं, ജഡ്ജിന്റെ ഫേവർ അല്ല, एक जज का फेवर भी नहीं. കർത്താവിന്റെ വ്യവഹാരം നടത്തി തരും. परमेश्वर मेरा न्याय चुकाएगा. ഞാൻ പിന്നെയും എഴുന്നേൽക്കും. मैं वापस दोबारा I will उठूंगा. bounce back. Hallelujah. मैं वापस उठूंगा. Can somebody say I will bounce back? क्या आप कहने को तैयार हैं? Oh, मैं hallelujah. दोबारा उठूंगा. मेरे सारे बोझों को मैं छोड़ देता हूँ आपके ऊपर. मेरे सारे बोझों को मैं छोड़ के जाइए देता ना, हूँ लेके मत जाओ. आपके ऊपर. उस सनातन भुजा से प्रभु थाम ले मुझे. उस सनातन भुजा से प्रभु थाम ले मुझे. एक बार और एक बार छू लो प्रभु. एक बार और एक बार कर दो प्रभु. कर दो प्रभु. एक बार और एक
और एक बार हमें बढ़ दीजिए, नुकसानों को लाभों में बदल दीजिए। ഒരിക്കൽ കൂടി എന്നെ നിറയ്ക്കുമാറാകണമേ, നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുമാറാകണേ. ഞങ്ങളുടെ വിലാപത്തെ മാറ്റി നൃത്തം हमारे दुखों को हटाकर नृत्य ഞങ്ങളുടെ ജീവിതത്തിൽ മടക്കി തരണം. हमारे जीवन में लौटा कर दे. അങ്ങനെ നീ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ऐसा किया धन्यवाद യേശു ക്രിസ്തുവിൻ നാമത്തിൽ. यीशु मसीह के नाम से. Please be seated. आमेन.